നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ ചിന്തിച്ചിട്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സഹായകരമായ ഒന്ന് രണ്ട് തിരുവചനങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 43 അധ്യായം. പ്രഭാഷകൻ 43, സിറാഖ് 43, വാക്യങ്ങൾ 27, 28, 29, 30. പ്രഭാഷകൻ 43, 27, 28, 29, 30 വായിക്കാം. എത്ര പറഞ്ഞാലും എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല. എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്, അവിടുന്നാണ് സർവവും. പറഞ്ഞേ, അവിടുന്നാണ് സർവവും. അയ്യോ, ഇങ്ങനെ പറയല്ലേ, ഉറക്കെ പറ. അവിടുന്നാണ് സർവവും. പറഞ്ഞ അവിടുന്നാണ് സർവവും. എപ്പോഴും ഓർത്തോണം, നമ്മുടെ നാവിലാണ് നമ്മുടെ അനുഗ്രഹം. നമ്മുടെ നാവിലാണ് നമ്മൾ എന്ത് പറയുന്നോ അതാണ് നമുക്ക് നടക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. മനസ്സിലാവുന്നത്? അതുകൊണ്ട് പറയുന്നത് നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് പറഞ്ഞാൽ ജീവിതം അടിക്കടി മെച്ചപ്പെടും. എപ്പോഴും ഓർത്തോണം, ഒരാളുടെ നാവിലാണ് അയാളുടെ അനുഗ്രഹം. ഹല്ലേലൂയ. നമ്മൾ നല്ലത് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് നല്ലത് വരും. നമ്മൾ നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിച്ചാൽ നമുക്ക് മേൽഗതി വരും, ഉയർച്ച വരും. എപ്പോഴും ഓർത്തണം. അതുകൊണ്ട് നല്ലത് പറയുമ്പോൾ ഞരങ്ങരുത്, ഒച്ചത്തിൽ പറയണം. നല്ലത് പറയുമ്പോൾ നല്ലത് പറയാം. നല്ലതല്ലേ പറയുന്നുള്ളൂ പറയാൻ. ചീത്ത വിളിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ, മുദ്രാവാക്യം വിളിക്കാൻ പറഞ്ഞില്ല, മുഷ്ടി ചുരുട്ടാൻ പറഞ്ഞില്ല. പറഞ്ഞതൊരു നല്ല കാര്യമാണ്. എന്താണ്? അവിടുന്നാണ് സർവവും. അങ്ങനെ പറയണം. അവിടുന്നാണ് സർവവും. അതായത് എല്ലാം അവിടുന്നാണ്, എല്ലാം അവിടുന്നാണ് നിയന്ത്രിക്കുന്നത്. എല്ലാം അവിടുത്തെ നിയന്ത്രണത്തിലാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും അവിടുത്തെ നിയന്ത്രണത്തിലാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ജീവിതത്തിൽ ഒന്നും വെറുതെ സംഭവിക്കുന്നില്ല, ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല. അവിടുന്നാണ് സർവവും. അവിടുന്നാണ്. അപ്പൊ പറയുകയാണ്, എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്, അവിടുന്നാണ് സർവവും. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളെക്കാൾ അവിടുന്ന് ഉന്നതമാണ്. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. വളരെ സാവധാനം ശ്രദ്ധിക്കണം. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. കുർബാനയില് അച്ഛൻ പ്രാർത്ഥിക്കും, ഭയഭക്തിയോടെ നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തും വിശികാതം വരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവ് എല്ലാവരും ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തി, ഭയവും ഭക്തിയും. ഭയഭക്തി ജനിപ്പിക്കുന്നത്, ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത് കർത്താവാണ്. എപ്പോഴും ഓർത്തോണം, ദൈവഭയം ഇല്ലാത്ത ഒരു മനുഷ്യന് ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. ദൈവഭയം, ദൈവഭക്തി അതില്ലാത്തവന് ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. അത് ജനിപ്പിക്കുന്നതും ദൈവമാണ്. അതുകൊണ്ട് ഇപ്പം പ്രാർത്ഥിക്കാം. പറഞ്ഞിരുന്ന പോലെ തന്നെ ചെയ്യണം. പെട്ടെന്ന് കൃപാവരത്തിൽ കയറി, അഭിഷേകത്തിൽ കയറി അനുഗ്രഹം പ്രാപിക്കാൻ പറ്റും. അതായത് പെട്ടെന്ന് നമ്മൾ കൃപ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ ഇപ്പൊ തന്നെ പ്രാർത്ഥിക്ക്, ദൈവമേ എൻ്റെ ഉള്ളിൽ ദൈവഭയവും ദൈവഭക്തിയും ജനിപ്പിക്കണമേ. എനിക്ക് ദൈവഭയവും ദൈവഭക്തിയും തരണമേ. അതൊന്ന് ആഗ്രഹിക്ക്. ഇനി പറയുകയാണ്, അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. നമ്മൾ ഒരാളെ ഇങ്ങനെ വാദോരാതെ സ്തുതിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് അയാൾ പെരുമാറുമ്പോഴാണ്. ഒരാളെ കുറിച്ച് നമ്മളിങ്ങനെ വാദോരാതെ പറയുകയാണ്. നമ്മുടെ സങ്കല്പങ്ങളെ അയാൾ മറികടക്കുമ്പോഴാണ്. നമ്മുടെ പ്രതീക്ഷകൾക്കുപരി അയാൾ നിൽക്കുമ്പോഴാണ് നമ്മളിങ്ങനെ വാദോരാതെ വാചാലരാവുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഒരു ഭാഗ്യമുണ്ടായി. ഭാഗ്യം എന്തെന്ന് വെച്ചാൽ, ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാൻ മാത്രമല്ല, ഒരു 45 മിനിറ്റ് അദ്ദേഹം താമസിക്കുന്ന വീടിനകത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ചെലവഴിക്കാനും പറ്റി. വലിയ മഹാത്ഭുതമായിരുന്നു.
അത് സംഭവിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ, റോമിൽ കഴിഞ്ഞ ദൈവകരുണയുടെ തിരുനാളിന് ഞങ്ങൾ ആദർശച്ചനും ഞാനും ജോൺ പോൾ ബ്രദറും ഞങ്ങൾ റോമിൽ സെന്റ് പീറ്റേഴ്സ് പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കുമ്പസാരത്തിന് വേണ്ടി പോയി കുമ്പസാരിച്ചു കഴിഞ്ഞ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഒരു സിസ്റ്റർ ഇങ്ങനെ വന്നിട്ട് ഡാനിയലച്ചാ എന്ന് വിളിച്ചു. അച്ഛനെയോ, എനിക്ക് ആ അച്ഛനൂടെ കാണുമെന്ന് എനിക്കറിയാമായിരുന്നെന്നോ. ഞാൻ പറഞ്ഞു എങ്ങനെ അറിയാം? അപ്പൊ സിസ്റ്റർ പറഞ്ഞു എനിക്കത് അറിയാമായിരുന്നെന്ന്. അപ്പൊ എന്നോട് ഉടനെ അടുത്ത ചോദ്യം, മാർപ്പാപ്പയെ കണ്ടോന്നാണ്. ഞാൻ പറഞ്ഞില്ല. ഞാൻ മാർപ്പാപ്പയെ കാണാൻ വേണ്ടി ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത്, മാർപ്പാപ്പ ശ്വാസകോശ സംബന്ധമായ രോഗപീഡയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, ബുദ്ധിമുട്ടിക്കരുത് എന്നാണ്. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോ ക്ലിമിസ് പിതാവ് ഒന്ന് റോമിലുണ്ട്. ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ മാർപ്പാപ്പയെ ഒന്ന് കാണിക്കോ? അപ്പൊ പിതാവ് പറഞ്ഞു, അച്ഛാ മാർപ്പാപ്പ വയ്യാതിരിക്കുകയല്ലേ, നമ്മൾ എങ്ങനെയാണ് ബുദ്ധിമുട്ട്, ഒക്ടോബറിൽ വാ അച്ഛനെ ഞാൻ കാണിക്കാന്ന് പറഞ്ഞു. അച്ഛൻ ഒക്ടോബറിൽ പോകുന്നുണ്ട്, അന്നേരം അച്ഛൻ വന്നാൽ മതി, ഞാൻ കാണിക്കാന്ന്. അപ്പൊ അവസാനത്തെ പ്രതീക്ഷ അതായിരുന്നു. കർദിനാള് പറഞ്ഞാൽ ചിലപ്പോൾ കാണിക്കുമായിരിക്കും. അപ്പൊ ആ വാതിലും അടഞ്ഞേ. അപ്പൊ അങ്ങനെ ഞങ്ങൾ അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. പള്ളിയിൽ ഇരിക്കുന്ന സമയത്താണ് ഈ സിസ്റ്റർ ചോദിക്കുന്നത്, മാർപ്പാപ്പയെ കണ്ടോ? ഞാൻ പറഞ്ഞു, സിസ്റ്റർ എങ്ങനെ കാണാനാണ്? അപ്പൊ പറഞ്ഞു, ക്ലിമിസ് പിതാവ് ഉണ്ടല്ലോ റോമില്. ഞാൻ പറഞ്ഞു ഉണ്ട്, പിതാവാണ് പറഞ്ഞത് ഉപദ്രവം ചെയ്യരുത്, മാർപ്പാപ്പയെ ശല്യപ്പെടുത്തരുത്, നമുക്ക് ഒക്ടോബറിൽ കാണാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല, മാർപ്പാപ്പയുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല, ഒക്ടോബർ വരെ ഞങ്ങൾ ഉണ്ടോന്നേ. മനസ്സിലായല്ലോ, എൻ്റെ കാര്യത്തിൽ എനിക്ക് ഒട്ടും ഉറപ്പില്ല, മാർപ്പാപ്പയുടെ കാര്യത്തിലും. മാർപ്പാപ്പയും പ്രായമൊക്കെ ഉള്ള ആളല്ലേ. ഞാൻ പറഞ്ഞു, പിതാവേ ഒക്ടോബർ വരെ പോണോ? അപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് ഒക്ടോബറിൽ വന്നിട്ട് കാണാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ കാര്യം ഇതുപോലെ ആ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനെയാണ് പിതാവ് പറഞ്ഞേക്കുന്നത്, ഒക്ടോബറിൽ ഞാൻ വന്ന് കാണുമെന്ന് പറഞ്ഞു. ഒക്ടോബർ. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, അച്ഛൻ കാണണോ അച്ഛാന്ന് പറഞ്ഞു, ഇപ്പൊ തന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഇപ്പൊ ചെന്നാൽ കാണാൻ പറ്റുമോ നമുക്ക്? അപ്പൊ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ 35 വർഷമായിട്ട് ഈ വത്തിക്കാനിലുള്ളൊരു സിസ്റ്ററാണെന്ന് പറഞ്ഞു, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സിസ്റ്റർ പല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത്. അങ്ങനെയാണ് ഞങ്ങള് ബുധനാഴ്ച രാത്രി മാൾട്ടയ്ക്ക് പോകണം, മാൾട്ട. അപ്പൊ ചൊവ്വാഴ്ച വൈകുന്നേരം നമ്മുടെ, ഇനി അത് പറയാം, കുഴപ്പമില്ല, ഇത്ര നാൾ പറഞ്ഞുകൂടായിരുന്നു, ഇനി അത് പറയാം. നമ്മുടെ കർദിനാൾ കൂവക്കാട്ട് പിതാവ്, അദ്ദേഹം മാർപ്പാപ്പയുടെ വീടിനകത്ത് മാർപ്പാപ്പയുടെ കൂടെ താമസിക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് ഈ സിസ്റ്റർ പറഞ്ഞു, ഡാനിയലച്ചൻ ഇങ്ങനെ വന്നിട്ടുണ്ട്, മാർപ്പാപ്പയെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഡാനിയലച്ചൻ വന്നിട്ടുണ്ടോ? അച്ഛനെ ഞാൻ കാണാനിരിക്കായിരുന്നു. വേറൊന്നിനല്ല, അദ്ദേഹത്തിന് എന്നോടൊരു ഒരു വിവരം പറയാനുണ്ടായിരുന്നു. അപ്പൊ അച്ഛനെ ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി ഒന്ന് പറയാനായിട്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം, ഈ സിസ്റ്റർ എൻ്റെ നമ്പർ കൊടുത്തു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ സന്തോഷം, അച്ഛൻ റോമിലുണ്ടല്ലോ, മാർപ്പാപ്പയെ ഇങ്ങനെ പെട്ടെന്ന് വന്നാൽ കാണാൻ പറ്റത്തില്ലെന്ന് അച്ഛൻ അറിയാലോ, എന്നാലും അച്ഛൻ സുവിശേഷം പറയുന്ന ആളല്ലേ, ദൈവം എന്തെങ്കിലും ഒരു വഴി തുറക്കുമായിരിക്കും, നോക്കട്ടെന്ന് പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രി അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, നാളെ രാവിലെ ഏതോ ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഒരു 8-10 പേര് മാർപ്പാപ്പയെ കാണാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് അവരെ സ്വീകരിക്കാൻ വേണ്ടി മാർപ്പാപ്പയുടെ വീടിന്റെ വാതിൽക്കൽ ഞാൻ രാവിലെ വരും. അപ്പൊ നിങ്ങൾ ആ സമയത്ത് അവിടെ നിൽക്കണം, എന്നിട്ട് അവരുടെ പുറകെ കയറി വരണം. മനസ്സിലായോ? അപ്പോഴത്തേന് ഞങ്ങള് 8 മണിക്കാണ്, ഞങ്ങൾ 7:30 പോയി അവിടെ പോയി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ നിൽക്കുമ്പോൾ രാജ്യം ഞാൻ മറന്നുപോയി, ഏതോ ഒരു രാജ്യത്ത് നിന്ന് വളരെ വലിയ രാജ്യത്തെ വലിയ ആളുകളാണ്. അവര് മാർപ്പാപ്പ പേഴ്സണൽ ഓഡിയൻസ് ആണ്, കൂട്ടത്തിൽ നിന്ന് കാണുകയല്ല, മാർപ്പാപ്പയുടെ വീടിനകത്ത് പേഴ്സണൽ ഓഡിയൻസ് ആണ്. അപ്പൊ അതിനകത്തേക്ക് ഇങ്ങനെ അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി അവരെല്ലാം കൂടെ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളും അവരുടെ പുറകില്. കാണുന്നവര് വിചാരിക്കുന്നത് ഞങ്ങളാണ് VIP, മറ്റുള്ളവരെല്ലാം ഞങ്ങളെ കൊണ്ടുപോകണമെന്നാണ്. ഞങ്ങളും ഗമയൊട്ടും വിട്ടില്ല, ഞങ്ങൾ അതിൻ്റെതായ ഒരു അന്തരീക്ഷത്തിൽ ഞങ്ങളും അങ്ങ് പോയി. അവിടെ ചെന്നിട്ട് മാർപ്പാപ്പയുടെ ചാപ്പലില് ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തി. എന്നിട്ട് അവര് കണ്ടു കഴിഞ്ഞപ്പോൾ
ഞങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ അടുത്തിരുന്ന് ഒരുപാട് സമയം എന്തൊക്കെയോ പറഞ്ഞു. ഒന്നും എനിക്ക് മനസ്സിലായില്ല. കാരണം അദ്ദേഹത്തിന്റെ ഭാഷ എനിക്കോ എൻ്റെ ഭാഷ അദ്ദേഹത്തിനോ മനസ്സിലാവാത്തത് കൊണ്ട് എല്ലാം മനസ്സിലാവുന്നത് പോലെ ഞാൻ ഓ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഇപ്പൊ ഇനി പറയാലോ, ഇതിനി പറയാലോ. മാർപ്പാപ്പ സ്വർഗത്തിലോട്ട് പോയോണ്ട് ഇനി ഇപ്പൊ പറയാം. ജീവിച്ചിരിക്കുന്നവർക്ക് ഡാമേജ് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും ഞാൻ പറയുന്നത്, അങ്ങനെ ഒത്തിരി സമയം തിരിഞ്ഞു മറിഞ്ഞു നിന്നെല്ലാം ഫോട്ടോ എടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞ് ഫോട്ടോ എടുത്തു. ഒത്തിരി സമയം കിട്ടി. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ നോക്ക്, ഞാനിത് എത്ര വാചാലമായിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. മാർപ്പാപ്പയെ പോലെ ഒരു അത്ഭുത മനുഷ്യനെ ഈ കേരളത്തില് വലിയ വിലയൊന്നും ഇല്ലാത്ത ഒരാള് അങ്ങനെ ചെന്ന് നിന്ന് കാണുമ്പോൾ എനിക്കത് അത്ഭുതമാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിതാവിനെ വിളിച്ചിട്ട് ചോദിച്ചു, എവിടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാർപ്പാപ്പയുടെ വീടിനകത്താന്ന് പറഞ്ഞു. എങ്ങനെ കയറി? ഞാൻ പറഞ്ഞു, ഞങ്ങൾ സൂചിച്ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ആളുകളാണ്, ഞങ്ങൾ ഏതിലെ വേണേലും കയറും. ഞങ്ങൾ തിരിച്ചിറങ്ങുന്നപ്പോൾ പിതാവ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇത് ദൈവം ഒരുക്കിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അതിനകത്ത് കയറാൻ പറ്റിയത്. പറഞ്ഞു ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ കണ്ടോ, എനിക്ക് മാർപ്പാപ്പയെ പോലെ വലിയൊരു മനുഷ്യനെ, എന്നെ പോലൊരു സാധാരണ അച്ഛൻ കണ്ടു എന്ന് പറയുന്നത്, ഞാൻ നോക്കൂ, ഞാൻ എത്ര എക്സൈറ്റഡ് ആയിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മാർപ്പാപ്പയെ സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴും പാടുമ്പോഴും ഒക്കെ നമ്മൾ എത്ര എക്സൈറ്റഡ് ആവേണ്ടതാണ്. ആവാത്തത് അവന്റെ വലിപ്പം നമ്മൾ ഗ്രഹിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം പിടി കിട്ടുന്നോ? ഞാൻ മാർപ്പാപ്പയെ കണ്ട കഥ പറയാനല്ലേ ഇത് പറഞ്ഞേ. ഇത് ഉപമയാണ്. അതായത് മാർപ്പാപ്പയെ കണ്ടപ്പോൾ ഞങ്ങൾ വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. മാർപ്പാപ്പ വന്നിങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ, ദൈവമേ ഇത് സത്യമാണോ മിഥ്യയാണോ, ഇനി ഞങ്ങൾക്ക് ഭ്രാന്തായതാണോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ ഒരു അനുഭവത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് ആരോട് പറഞ്ഞാലും, ഇപ്പൊ ഞാൻ കൺവെൻഷൻ ആയതുകൊണ്ടും ഇത് പറയേണ്ട വേദി അല്ലാത്തതുകൊണ്ടും ഞാൻ ചുരുക്കി പറഞ്ഞാണ്. അപ്പോ അതിനുവേണ്ടി എന്തുമാത്രം ഒരുക്കമാണ് നമ്മൾ നടത്തിയത്, എന്തുമാത്രമാണ് നമ്മൾ കൊതിയോടെ കാത്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ വചനം പറയുകയാണ്, അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ദൈവം മാർപ്പാപ്പയെ സൃഷ്ടിച്ച പ്രജാപതിമാരെ, ഭരണാധികാരികളെ, ഉന്നതന്മാരെ, പ്രബലന്മാരെ മനഞ്ഞുണ്ടാക്കിയ സർവശക്തനായ ദൈവം അത്യുന്നതനും അവിടുത്തെ പ്രവൃത്തികൾ മഹത്വം നിറഞ്ഞതുമാണ്. അവിടുത്തെ പ്രവൃത്തികൾ വിസ്മയകരമാണ്. ആ ദൈവത്തെ, അടുത്ത വാക്യം വായിച്ചേ, എല്ലാ കഴിവും ഉപയോഗിച്ച് അതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കണം എന്ന് പറഞ്ഞേ. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കണം. കാരണം അവിടുന്ന് അത്യുന്നതനാണ്, അത്യുന്നതൻ. അവിടുത്തെ പ്രവൃത്തികൾ അത്ഭുതകരമാണ്, അവിടുത്തെ ശക്തി അത്ഭുതകരമാണ്, അവിടുന്ന് അത്യുന്നതനാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോഴും പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ നമ്മൾ അങ്ങനെ വേണം ചെയ്യാൻ. വെറുതെ നമ്മളൊരു പാട്ട് പാടുന്ന പോലെ അല്ലത്. ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഇത്ര വലിയവനായ എൻ്റെ ദൈവത്തെക്കുറിച്ചാണ് പാടുന്നത്. ആ ദൈവത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ദൈവത്തിന്റെ അവദാനങ്ങളാണ് ഞാൻ പാടുന്നത്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഓർത്തോണം, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ അവബോധം മനസ്സിൽ വേണം. നന്നായിട്ട് ശ്രദ്ധിക്കാമെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നന്നായിട്ട് ശ്രദ്ധിക്കാമെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് ശുശ്രൂഷ ചെയ്യാം. രണ്ട് രീതിയിൽ. ഒന്നാമത്തെ രീതി, നമ്മൾ മനസ്സിൽ ഒരു ഒരു പ്രബോധനവും ഇട്ടിട്ട് വരുന്നു, എന്നിട്ട് നിങ്ങളോട് പ്രസംഗിക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ട് നിങ്ങൾ അഭിഷേകം പ്രാപിക്കുന്നു. ഇതൊരു ശുശ്രൂഷ രീതിയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് മനസ്സിൽ കണക്ക് കൂട്ടി വരുന്നു, എന്നിട്ട് ഞാനത് പറയുന്നു. ദൈവാത്മാവിൽ വചനം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കൃപയിലാവുന്നു, നിങ്ങൾ അഭിഷേകത്തിലാവുന്നു, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നു. ഇത് ഒരു ശുശ്രൂഷയാണ്. വേറൊരു ശുശ്രൂഷയുണ്ട്.
അതെന്തെന്നറിയാമോ? നമ്മളൊന്നും ചിന്തിക്കാതെയും ഒന്നും മനസ്സിലിടാതെയും വരുന്നു. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഒരു ദൈവസാന്നിധ്യം വെളിപ്പെടുന്നു. ആ ദൈവസാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ കൃത്യം നിങ്ങൾക്ക് വേണ്ടത് സംസാരിക്കുന്നു. നമുക്ക് വേണ്ടത് ഈ രണ്ടാമത്തെ ശുശ്രൂഷയാണ്. ആ രണ്ടാമത്തെ ശുശ്രൂഷയിലെ നിന്റെ പ്രതിസന്ധി പരിഹരിക്കപ്പെടൂ. പറഞ്ഞ ഹല്ലേലൂയാ. ആദ്യത്തെ ശുശ്രൂഷയിൽ നിനക്കൊരു ഉപദേശം കിട്ടും, നിനക്കൊരു ആത്മാഭിഷേകവും കിട്ടും, നിനക്കൊരു കൃപയും കിട്ടും. പക്ഷെ രണ്ടാമത്തെ ശുശ്രൂഷ നിനക്ക് വേണ്ടി മാത്രം ദൈവം ചെയ്യുന്നതായിരിക്കും. അത് സംഭവിക്കണമെങ്കിൽ ജനം ദൈവത്തെ ആത്മാവിൽ ആരാധിച്ച് ഒരു ദൈവസാന്നിധ്യം വെളിപ്പെട്ട് കഴിയുമ്പോൾ നിൽക്കുന്നവന്റെ മേൽ ആത്മാവ് നിറഞ്ഞിട്ട് ആ ജനത്തിന് വേണ്ടത് ദൈവം അപ്പോൾ സംസാരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്കിഷ്ടം രണ്ടാമത്തെ ശുശ്രൂഷ ചെയ്യാനാണ്. പക്ഷെ പല സ്ഥലത്തും എനിക്ക് രണ്ടാമത്തെ ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. കാരണം ജനം ആരാധിക്കത്തില്ല. ജനം ആരാധിച്ചില്ല. ഇപ്പോഴെങ്ങനെയെന്നറിയാം? ഇപ്പോ ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഞാൻ ഏതാണ്ട് ഒരു 10-20 കൊല്ലമായി ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. 10-20 കൊല്ലം കൊണ്ട് ഒരാൾ പ്രൊഫഷണൽ ആവേണ്ടതാണ്, അല്ലേ? ആവേണ്ടതാണ്. അതായത് എന്ത് കാര്യം 20 കൊല്ലം ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ അയാൾ പ്രൊഫഷണൽ ആവേണ്ടതാണ്. പക്ഷെ എൻ്റെ അവസ്ഥ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തെ സാക്ഷി നിർത്തി സത്യം സത്യമായി ഒരു തരി കളവില്ലാതെ, നുണയില്ലാതെ, അതിശയോക്തിയില്ല ഞാൻ പറയട്ടെ, ഇപ്പോഴും എനിക്ക് കയറി നിൽക്കുമ്പോൾ ചങ്കിടുപ്പാ. ഇപ്പോഴും മനസ്സിലായോ? ഞാനൊരു സുവിശേഷ വേദിയിൽ നിന്നോണ പറയുന്നത്. നുണ പറഞ്ഞാൽ ദൈവം എൻ്റെ നാവിനെ കെട്ടുമെന്ന് എനിക്കറിയാം. ഇപ്പോഴും എനിക്ക് ചങ്കിടുപ്പാണ്. കർത്താവേ, എനിക്ക് എന്തെങ്കിലും പറയാൻ കിട്ടുമോ? എന്താ കാര്യം എന്നറിയാമോ? പല സ്ഥലങ്ങളിലും ഒന്നും കിട്ടാതെ ഞാൻ വിഷമിച്ച് നിന്നിട്ടുണ്ട്. വരുത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. എന്താ വരാത്തെന്നറിയാമോ? വലിച്ചെടുത്തോണ്ട് പോവാൻ ഒരു ജനം ഉണ്ടെങ്കിൽ മേളിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഒരു ജനം അടഞ്ഞ ഹൃദയത്തോടിരുന്നാൽ പരിശുദ്ധാത്മാവിന് ഒന്നും പറയില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കൃപാവരത്തിൽ നിങ്ങൾ ഈ 3 ദിവസം, ഈ 3 രാത്രികൾ സാധാരണ രാത്രികളിൽ നിന്ന് വ്യത്യസ്തമാകണമെങ്കിൽ ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് വരണം. എന്നിട്ട് ദൈവം സംസാരിക്കണം. അപ്പൊ ഞാനില്ല, പറയുന്നത് എന്താന്ന് എനിക്ക് പിന്നെ അറിഞ്ഞുകൂടാ. പറയുന്നത് ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യമായിരിക്കും. അത് ആത്മാവിൽ ദൈവം സംസാരിക്കും. അതിങ്ങനെ ആ ശുശ്രൂഷയെ ജനത്തിന് പ്രയോജനപ്പെടുത്തുള്ളൂ. അതിന് ജനം ആരാധിക്കണം. പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വെറുതെ ഇങ്ങനെ ഉഴപ്പിപ്പാടിയാൽ നമുക്കൊരു സാധാരണ ശുശ്രൂഷ ചെയ്തിട്ട് പോവാം. അസാധാരണമായ ദൈവിക ശക്തി വെളിപ്പെടും. നമ്മൾ ചിന്തിച്ചിട്ട് സ്വപ്നം കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ആത്മാവ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. മനസ്സിലായി? നമ്മൾ ഭ്രാന്തനെ പോലെയാവും. ആത്മാവിന്റെ ആ ശുശ്രൂഷ കൊണ്ടേ നിങ്ങൾക്ക് ഗുണമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഡാനിയേലച്ചന്റെ ഒരു പ്രസംഗം കേട്ടിട്ട് പോവും. മോശമല്ല. നിങ്ങൾക്ക് ഒരു ഉപദേശം കിട്ടും, പ്രബോധനം കിട്ടും, കുറച്ച് അറിവ് കിട്ടും, നിങ്ങൾ കുറച്ച് പ്രാർത്ഥിക്കും, പോവും. ഞാൻ പറയുന്നത്, ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് ഈ ബുദ്ധിയുടെ ശുശ്രൂഷകളല്ല, ആത്മാവിലെ ശുശ്രൂഷകളാണ്. പറഞ്ഞ ഹല്ലേലൂയാ. അതിന് ജനം ഒരു നല്ല 10 പേരെങ്കിലും അങ്ങോട്ട് നന്നായിട്ട് ദാഹിച്ചിരുന്നാൽ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കണം. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തണം. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഇനിയൊന്ന് എഴുന്നേറ്റേ. നമുക്ക് ഇങ്ങനെ ദാഹിക്കണം. കർത്താവേ, ഞാൻ തയ്യാറായിരിക്കുകയാണ്. എന്നോട് ഇന്ന് ഇപ്പോൾ സംസാരിക്കണം. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇടപെടണം. കർത്താവേ, എൻ്റെ ജീവിതത്തിന് ഒരു ചലനം ഉണ്ടാവണം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, 100% ഞാൻ ഈ വചനത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് വേറെ ഒരു ലക്ഷ്യമില്ല, വേറൊന്നുമില്ല. എൻ്റെ തലയിൽ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ നിങ്ങൾ പറയുകയാണ്, ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കണ്ണുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രകടമായി ഇറങ്ങി വന്ന് ദൈവജനത്തെ സെക്കൻഡുകൾ കൊണ്ട് രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരുന്നതും വെളിപ്പെടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന് ദാഹിക്കുന്ന ഒരു ജനം വേണം. ഹൃദയം തുറന്നൊരു ജനം വേണം. അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം. അവർ കർത്താവെ അങ്ങനോട് സംസാരിക്കണമെന്ന് ദാഹിക്കണം. ആ ജനം അങ്ങനെ ദാഹിച്ചാൽ ഇവിടെ നിൽക്കുന്ന ശുശ്രൂഷകൻ ആരായി, എ ഓർ ബി ആരായാലും അവരുടെ മേൽ ആത്മാവ് വരും. പറഞ്ഞ ഹല്ലേലൂയാ. പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ജനമേ, നമുക്കതുകൊണ്ട് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. എനിക്ക് പറയാനുള്ള 1-2 കാര്യം പെട്ടെന്ന് കേട്ടോ. വയ്യാത്തവരാരെങ്കിലും കൊണ്ട് ഇരുന്നോണേ. വയ്യാത്തവരുണ്ട് നിൽക്കണമെന്നില്ല കേട്ടോ. അപ്പോ
ശ്രദ്ധിച്ചു കേട്ടെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് കേട്ടെ. ഒന്നാമത്തെ കാര്യം, കണ്ണങ്ങ് അടച്ചേക്കണം, കണ്ണ് തുറക്കരുത്. ഞാൻ ഈ പറഞ്ഞു നിർത്തിയിട്ട് ഇപ്പൊ എന്നെ നോക്കിയോ, കണ്ണങ്ങ് അടച്ചേക്കണം, കണ്ണ് തുറക്കരുത്. തൊട്ടടുത്തൊരാൾ നിപ്പുണ്ടെന്ന് ഓർക്കരുത്. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുകയാണ്, ദൈവം കൺമുമ്പിലുണ്ടെന്ന് ഓർത്തോണം. ഓർത്തിട്ട് നിങ്ങൾ നിങ്ങളെ മറന്നിട്ട് ആരാധിക്കണം. രണ്ടാമത്തെ കാര്യം, പാടുന്നത് എന്താണ്, പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കണം. അത് അപ്പോഴേ നമ്മുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ അത് പോൾ സമ്പ്രദായന്റെ പാട്ട് മാത്രമാവും. ഇത് നിങ്ങളുടെ പാട്ടാവണമെങ്കിൽ നിങ്ങൾ എന്താ പാടുന്നതെന്നും പ്രാർത്ഥിക്കുന്നതെന്നും ധ്യാനിച്ച് പാടണം. ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് മറന്നേക്കുക, പരിസരം മറക്കുക, ആരാധിക്കുക. അങ്ങനെ ആരാധിച്ചാൽ അടൂരിന് വേണ്ടി ദൈവം സംസാരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അതായത് എപ്പോഴും നിങ്ങൾ ഓർത്തോണം, ഒരു ദൈവസ്വരം പുറപ്പെട്ടു വന്നാൽ അവിടെ കെട്ടഴിഞ്ഞിരിക്കും. അവിടെ ഈ രാത്രി, ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ട് കുടുംബങ്ങളെ അടിവേരറുത്ത് നശിപ്പിക്കാനിരിക്കുന്ന സാത്താന്റെ ശക്തികൾ പൊട്ടിത്തകരും. ദൈവസ്വരം വരണം. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ജഡത്തിൽ നിന്ന് സംസാരിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. കേൾവിക്കാർക്ക് കുറച്ച് കേൾവി സുഖം ഉണ്ടാവും, അതിനപ്പുറത്തൊന്നും സംഭവിക്കില്ല. ആത്മാവിൽ ചലനം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കാണുന്ന ഈ ലോകത്തിനപ്പുറത്ത് ഒരു ആത്മീയ ലോകമുണ്ട്. മനസ്സിലായോ? നമ്മുടെ നാശം കാണാൻ കൊതിച്ച് തലമുറകളായി കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന ദുർശക്തികളുണ്ട്. അത് അന്ധകാരമൊക്കെ വിട്ടുമാറി പോകണമെങ്കിൽ ജനം ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. അങ്ങനെ ആരാധിക്കുമ്പോഴാണ് ഈ അടിത്തറ ഇളക്കാൻ കാത്തു നിൽക്കുന്ന ഈ ദുർശക്തികൾ, ഇരുട്ടിന്റെ ശക്തികൾ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ വിട്ടുപോകുന്നത്, ദേശം വിടുവിക്കപ്പെടുന്നത്. ദൈവസ്വരം പുറത്തു വരണം, ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കണം. കരങ്ങളിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഇരിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തയ്ക്കായിട്ട് എടുക്കുന്ന വചനഭാഗം ലൂക്കാസ് വിശേഷം 13-ാമത്തെ അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചനം. ലൂക്കാസ് വിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഒരു സാബത്തിൽ കിട്ടിയവരൊന്ന് ഉച്ചത്തിൽ വായിച്ചേ. ലൂക്ക 13:10 മുതൽ വായിച്ചേ ഉച്ചത്തിൽ. ഒരു സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി ഒരാത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ച് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞു, ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക, സാബത്ത് ദിവസം പാടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, കപടനാട്യക്കാരെ, നിങ്ങൾ ഓരോരുത്തരും സാബത്തിൽ കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്ന് അഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ? 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിന്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ? ഇത് കേട്ടവന്റെ പ്രതിയോഗികളെല്ലാം ലജ്ജിതരായി. എന്നാൽ ജനക്കൂട്ടം മുഴുവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെ കുറിച്ച് ഹല്ലേലൂയ എന്ന് കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് കർത്താവ് ഒരു സാബത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 18 വർഷമായി ഒരാത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പായ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ, അവരുടെ പ്രശ്നം കൂന്, അവരുടെ രോഗത്തിന്റെ ദൈർഘ്യം 18 വർഷം, അവരുടെ അവസ്ഥ നിസ്സഹായത.
നേരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, നിവർന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, നേരെ നിന്നൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, മനുഷ്യന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ ഒരു സ്ത്രീ ആ സിനഗോഗിൽ സാബത്തിൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്നത് യേശു കണ്ടു. ആദ്യത്തെ ചോദ്യം, സൗഖ്യം വേണമെന്ന് ഇവൾ യേശുവിനോട് പറഞ്ഞോ? ഇല്ല. സൗഖ്യം തരണമേ എന്ന അഭ്യർത്ഥനയുമായി അവൾ യേശുവിന്റെ പക്കലേക്ക് ഓടി വന്നോ? ഇല്ല. ഇവിടെ പറയുന്നത് ആ സ്ത്രീ അങ്ങനെ കെട്ടപ്പെട്ട ഒരവസ്ഥയിൽ 18 വർഷമായി ആയിരിക്കുന്നത് കർത്താവ് മനസ്സിലാക്കുകയാണ്, കർത്താവ് അവളെ കാണുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. നമ്മള് 2 കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒന്നാമത്തേത്, പല പരാജയങ്ങളുടെയും പിന്നിൽ പൈശാചിക പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന സത്യം നമ്മൾ അറിയരുതെന്ന് പിശാചിന് ആഗ്രഹമുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ പല കാര്യങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണെന്ന് നമ്മൾ അറിയരുതെന്ന് പിശാചിന് നിർബന്ധമുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. എനിക്ക് ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു അനുഭവം ഉണ്ടായി. അതായത് ഒരു കാര്യമില്ലാതെ ചില ആളുകൾ വന്നിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കും. ലോക്കലായിട്ട് ചില ആളുകൾ, അതിനകത്ത് പല രാഷ്ട്രീയക്കാരും ഉണ്ട്, പല ആളുകളുമുണ്ട്. നമ്മളെ കാണുമ്പോൾ എല്ലാവരും സ്നേഹമാണ്. പക്ഷെ ഈ പാര വരുന്നതെല്ലാം അടികൂടാ. എനിക്ക് തോന്നുന്നത് ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്, ഏറ്റവും കൂടുതലുള്ളത്. ബാക്കിയുള്ളിടത്തൊക്കെ മനുഷ്യര്, ഈ പുറത്തോട്ടൊക്കെ പോയ മനുഷ്യന്റെ പ്രത്യേകത, അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളത് അങ്ങ് പറയും. നമ്മുടെ പ്രത്യേകത, നമ്മൾ നല്ല നടന്മാരാണ്, നടിമാരുമാണ്. നല്ലപോലെ അഭിനയിക്കാൻ അറിയാം. സത്യത്തിൽ ഓസ്കാറൊക്കെ കിട്ടേണ്ടത് ഈ നടന്മാർക്കൊന്നും അല്ല, നമുക്കൊക്കെ തന്നെ. അതുപോലത്തെ അഭിനയമാണ്. അപ്പൊ ഈ അഭിനയം ഉള്ളതുകൊണ്ട് മനുഷ്യന്റെ അകത്തെ ഇരിപ്പ് എന്താന്ന് അറിയാൻ പറ്റത്തില്ല. പറഞ്ഞ ഹല്ലേലൂയ. നമ്മളെന്താ ചിന്തിക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്നത് ഈ പുറത്ത് പറയുന്നതാണ് ഈ കാര്യം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ അതിനകത്തൊരു കാര്യമുണ്ട്. അത് ഈ നാട്ടിൽ നല്ലപോലെ പയറ്റി തെളിഞ്ഞവർക്കേ അറിയത്തുള്ളൂ. നമ്മളെ പോലുള്ളവർക്ക് അത് അറിഞ്ഞുകൂടാ. കാരണം നമുക്കങ്ങനെ സോഷ്യൽ ലൈഫ് കുറവാണ്. എന്തായാലും എനിക്ക് ഒരു കാര്യം അറിയാം, ഒരു കാര്യമില്ലാതാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. അതായത് ഇങ്ങനെ ഒരു പ്രതിസന്ധിയുമായിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അതിനൊരു ന്യായമായ ഒരു കാര്യം ഇവിടെ ഇല്ല. അപ്പൊ എൻ്റെ മനസ്സ് വളരെ വിഷമിച്ചു. ഇപ്പൊ ഞാനിങ്ങനെ അങ്ങനെ ഒരു പ്രയാസത്തിലിരുന്നപ്പോ എനിക്ക് ആത്മീയ ഐക്യമുള്ള ഒരു പ്രിയ പുരോഹിതൻ അന്ന് എന്നെ കാണാൻ വന്നു. അപ്പൊ പറഞ്ഞു, ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 2-3 പേർ അല്ലേ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് ഈ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴില്ലാത്ത ഒരു പവർ കൂട്ടായ്മയെ കിട്ടും. പറഞ്ഞ ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. സ്റ്റേജിൽ ഒരാൾ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഞാനിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ പുറകില് ഒരു 7-8 ഈശോയുടെ മുമ്പിലിരുന്ന് എന്നെ താങ്ങുന്നുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലായോ? അതായത് ഞാൻ പ്രസംഗിക്കരുത്, വചനം പ്രഘോഷിക്കരുത്, ദൈവവചനം പങ്കുവെക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന പൈശാചിക ശക്തികളുണ്ട്. അവർ 4 പാടുന്ന് എന്നെ ആക്രമിക്കും. ഞാൻ നേരെ നിൽക്കുന്നെങ്കിൽ അതെന്തുകൊണ്ടാ? അതിങ്ങനെ താങ്ങുന്നോണ്ട്, കൂട്ടായ്മ ഉള്ളതുകൊണ്ടാണ്. പറഞ്ഞ ഹല്ലേലൂയ. ആത്മാവിൽ ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുടെ ബലമാണ് നമ്മുടെ ബലം. അപ്പൊ അതുകൊണ്ട് ഈ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടാത്തൊരു ബലം കൂട്ടായ്മയെ കിട്ടും. അത് മാത്രമല്ല, ഈശോ പറഞ്ഞിട്ടുണ്ട് ഒരു വചനം, അതൊന്നെടുത്ത് വായിക്കുന്ന നല്ലതാണ്. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു വചനമുണ്ട്. ശ്രദ്ധിക്കുന്ന ഒരു വചനമുണ്ട്, ശ്രദ്ധിക്കാത്തൊരു വചനമുണ്ട്. ശ്രദ്ധിക്കുന്ന വചനം ഇതാണ്, മത്തായി 18:18. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ
കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ സ്വർഗത്തിൽ എന്നതിന് പല അർത്ഥമുണ്ട്. അതായത് നിങ്ങൾ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിക്കപ്പെടും. സ്വർഗം എന്നതിന് പല അർത്ഥങ്ങളുണ്ട്. ബൈബിളിൽ പറയുന്നുണ്ട് എഫേസോസ് 6 സ്വർഗീയ ഇടങ്ങളിൽ പതിയിരിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ എന്ന് പറഞ്ഞേ. സ്വർഗീയ ഇടങ്ങളിൽ പതിയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ബൈബിൾ അതിനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് അന്തരീക്ഷ ശക്തിയുടെ അധിപൻ. എഫേസോസ് 2:2 അന്തരീക്ഷ ശക്തിയുടെ അധിപൻ എന്ന് പറഞ്ഞാൽ ഈ ഏറിയൽ സ്പിരിറ്റ്സ് ഉണ്ട്. നമുക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തത് കൊണ്ടാണ് അറിയാത്തത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ നമ്മളുള്ളതുപോലെ തന്നെ പിശാചുകളും ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ മനുഷ്യരെ അല്ല ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത ഒരു തലം ഈ ലോകത്തുണ്ട്. നമ്മൾ കാണുന്നത് ഒരു ദൃശ്യലോകം. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഒരു വചനം എടുത്ത് പെട്ടെന്ന് 2 കൊരിന്തോസ് 4-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട് ഈ കാണുന്നതല്ല സത്യമായ ലോകം. വായിക്കാം. 2 കൊരിന്തോസ് 4:18. 2 കൊരിന്തോസ് 4:18 ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ. അതായത് കാണുന്നൊരു ലോകമുണ്ട്, കാണാത്തൊരു ലോകമുണ്ട്. എന്ന് പറഞ്ഞേ. കാണുന്നൊരു ലോകമുണ്ട്, അതാണ് ദൃശ്യലോകം. കാണാത്തൊരു ലോകമുണ്ട്, അതാണ് അദൃശ്യ ലോകം. അപ്പൊ എല്ലാവരുടെയും ചുറ്റിനും നമുക്ക് കാണുന്ന, ഇപ്പൊ എനിക്ക് ഈ സ്റ്റേജിൽ എന്തൊക്കെ കാണാം? കുപ്പി കാണാം, ഗ്ലാസ് കാണാം, ബൈബിള് കാണാം, സ്റ്റാൻഡ് കാണാം, മൈക്ക് കാണാം, ഫാൻ കാണാം. എന്നാ കാണാത്തതുണ്ട്. ഉണ്ടോ? ഉണ്ട്. എന്തൊക്കെയുണ്ട് കാണാത്തത്? പറ. പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, കന്യകാമാതാവുണ്ട്, മാലാഖമാരുണ്ട്, വിശുദ്ധരുണ്ട്. ഉണ്ടോ? അതോടൊപ്പം തന്നെ നമുക്കെതിരെ നിൽക്കുന്ന ഓപ്പോസിറ്റ് ഒരു സൈന്യമുണ്ട്. ഉണ്ടോ? പിശാചുണ്ട്. ഇത് കാണുന്നുണ്ടോ? കാണുന്നില്ല. ഇത് കാണാത്ത ലോകമാണ്. അപ്പൊ ഈ കാണാത്ത ലോകത്ത്, ആ ലോകത്തെ വിളിക്കുന്ന പേരാണ് ഇപ്പൊ ഇവിടെ എന്താണ്? നിങ്ങൾ ഭൂമിയിൽ കെട്ടിയാൽ ആ കാണാത്ത ലോകത്ത് അത് കെട്ടപ്പെടും. ഭൂമിയിൽ നിങ്ങൾ അഴിച്ചാൽ ഈ കാണാത്ത ലോകത്ത് അത് അഴിക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമ്മള് ഈ കാണുന്ന ലോകത്തിരുന്നുകൊണ്ട് ചിലത് കെട്ടിയാൽ അത് കാണാത്ത ലോകത്ത് കെട്ടപ്പെടും. എളുപ്പത്തിൽ മനസ്സിലായ ഒരു കാര്യം പറയാം. പാപം ചെയ്ത് കഴിയുമ്പോ മുതൽ ഏത് മനുഷ്യന്റെയും ആത്മാവിൽ ഒരു കെട്ടുണ്ട്. സമ്മതിക്കാലോ? ഉണ്ടോ? ഉണ്ട്. കുമ്പസാരക്കൂട്ടിൽ പോയി മുട്ടുകുത്തി കഴിഞ്ഞപ്പോ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ അതഴിഞ്ഞോ? ആത്മാവിലെ കെട്ടഴിഞ്ഞോ? ഇതാണ് ഈ പറയുന്നത്. അതായത് നമ്മൾ കാണാത്ത ഒരു ലോകത്ത് നമ്മുടെ മേലുള്ള ഈ ചുറ്റി വരിഞ്ഞിരിക്കുന്ന അദൃശ്യപാശങ്ങളെ കാണുന്ന ലോകത്ത് നിന്ന് അഴിക്കുകയും കെട്ടുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈശോ പറയുന്നത്. മത്തായി 18:18 നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് നമ്മള് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുമ്പോ, ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ദൈവമാണ് എന്ന ആ ദൈവഭയത്തോടെ, ഭക്തിയോടെ, ദൈവത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് ആ ദൈവത്തെ കാണേണ്ട പോലെ കണ്ട് ആരാധിക്കുമ്പോ എന്താണെന്നറിയാമോ? നമ്മൾ കാണാത്തൊരു ലോകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണ്ടി സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇതറിയാത്തത് കൊണ്ടാണ് നമ്മൾ ആരാധിക്കാത്തത്. അപ്പൊ ഇവിടെ പറയാണ് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം, തിരിച്ചു വരാം, മത്തായി 18:18 നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെടും. ഇത് നമുക്ക് അറിയാവുന്ന വാക്യമാണ്. നമ്മൾ ശ്രദ്ധിക്കാത്ത വാക്യമാണ് അടുത്തത് 19. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ? കെട്ടുകയും അഴിക്കുകയും ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ട് ബൈബിൾ പറയുകയാണ്, ഞാൻ ഒരു കാര്യം കൂടെ പറയാനുണ്ടെന്ന്, അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ടെന്ന്. അതായി പറയുന്നത്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താ പറയുന്നേ? ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. നമ്മൾ ശ്രദ്ധിക്കാത്തതാ. ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച്, ഏത് കോണ്ടെക്സ്റ്റിൽ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഏത് കോണ്ടെക്സ്റ്റിൽ? കെട്ടുന്ന കാര്യം പറഞ്ഞപ്പോ, അഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ബൈബിൾ പറയുകയാണ്
അങ്ങനെ കെട്ടുകയും അഴിക്കുകയും ചെയ്യുമ്പോൾ രണ്ടുപേര് ചേർന്ന് കെട്ടിയാൽ അത് കുറെ കൂടി കനമുള്ളൊരു കെട്ടായിരിക്കും. രണ്ടുപേര് ചേർന്ന് അഴിച്ചാൽ അത് കുറെ കൂടി എളുപ്പമുള്ളൊരു അഴിക്കലായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്ന രീതിയിൽ ഒന്നുകൂടെ പറയാം. കുട്ടി ഒരു ബന്ധനാവസ്ഥയിലാണ്, മകൻ അല്ലെങ്കിൽ മകൾ. ബൈബിൾ എന്താ പറയുന്നത്? നിങ്ങൾ ഭൂമിയെ കെട്ടിയാ സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിക്കപ്പെടും. എന്നിട്ട് പറയാണ്, രണ്ടുപേര് യോജിച്ച് ഒരു മനസ്സോടെ കെട്ടിയാൽ അത് കെട്ടും. അപ്പൊ മകൻ അല്ലെങ്കിൽ മകള് ഒരു കെട്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ രണ്ടുപേരുണ്ടോ വീട്ടിൽ? ആരാ അത്? അപ്പനും അമ്മയും യോജിച്ച് ഒരു മനസ്സോടെ ഈ കെട്ട് എന്റെ മകനീന്ന് അഴിയട്ടെ എന്ന് പറഞ്ഞാൽ അത് അഴിയുമെന്ന് മനസ്സിലായ? അതുകൊണ്ടാണ് സാത്താൻ യോജിക്കാൻ സമ്മതിക്കാത്തത്. അമ്മാമ്മ അങ്ങോട്ട് പോകുമ്പോ അപ്പാപ്പൻ ഇങ്ങോട്ട് പോകുന്നത് യോജിക്കത്തില്ല, യോജിക്കാൻ സമ്മതിക്കത്തില്ല. സാത്താൻ ഏറ്റവും ഭയം ഒരുമിച്ച് നിൽക്കുന്ന മനുഷ്യരെയാണ്, ഒരുമിച്ച് നിൽക്കുന്ന ഹൃദയങ്ങളെയാണ്. ഒരുമിച്ച് നിൽക്കുന്ന ഹൃദയത്തിന്റെ മുമ്പിൽ സാത്താന് തോറ്റ് പിന്മാറിയേ പറ്റൂ. പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. അപ്പോ ചുമ്മാ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞച്ചാ, നമുക്കിന്ന് രാത്രിയിലെ കെട്ടാം, നമുക്കിന്ന് രാത്രിയിൽ അഴിക്കാം. എനിക്കൊരു പ്രശ്നമുണ്ട് ഇപ്പൊ, അച്ഛനും കൂടെ നിൽക്കാവോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിൽക്കാം. പിന്നെന്ത്? ഞങ്ങൾ അന്ന് രാത്രിയിൽ ഉറക്കം വരുന്നത് വരെയും ഞങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാവുന്നത് ഒരു പ്രത്യേക ദിശയിൽ നിന്നാണ്. ആ ദിശയിലേക്ക് കൈനീട്ടിയിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഈ ആവശ്യമില്ലാതെ പ്രശ്നവുമായിട്ട് വരുന്നവരെല്ലാം ഈ പ്രശ്നങ്ങളുമായിട്ട് വന്ന വഴിക്ക് തന്നെ പോട്ടു. രണ്ടുപേര് ഒരുമിച്ച് കെട്ടുകയാണ്, അഴിക്കുകയാണ്. ഞാൻ പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തലേന്ന് വരെ മതയാനെ പോലെ കല്ല് തുള്ളിക്കൊണ്ട് നിന്നിരുന്നവർക്ക് പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് ഞാൻ അവരെ കാണുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല. എന്ത് സംഭവിച്ചു? ഇപ്പൊ അതിലൊരാൾ എൻ്റെ പുറകെ നടക്കുകയാണ്. അച്ഛാ, എന്നെ തെറ്റിദ്ധരിക്കല്ലേ, എന്നെ തെറ്റിദ്ധരിക്കല്ലേ, ഞാനല്ല. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ചയും കണ്ടോ ഇയാളെ വഴി വെച്ച് എന്നെ പുറകെ നടക്കുകയാണ്. അച്ഛാ, അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ കാണുന്ന ഈ ലോകത്തിനപ്പുറത്ത് നമ്മൾ കാണാത്ത ഒരു ലോകമുണ്ട്. ഇവിടെ ഈ സ്ത്രീ, ഈ പാവപ്പെട്ട സ്ത്രീ 18 വർഷമായിട്ട് കൂന് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ പറ്റാത്ത വിധം അവൾ കിടക്കുന്നത് ഒരാത്മാവ് ബാധിച്ചിട്ടാണ്. ഞാൻ പറയുന്ന വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. മനുഷ്യനോട് നമുക്ക് യുദ്ധം ചെയ്യാനുള്ള കായിക ബലമുണ്ട്, സാത്താനോട് ഇല്ല. നമ്മൾ പിശാചിനോട് യുദ്ധം ചെയ്യാൻ മനുഷ്യന് ശക്തിയില്ല. സാത്താനോട് യുദ്ധം ചെയ്യാൻ പറ്റണമെങ്കിൽ ഒറ്റ കണ്ടീഷൻ അറിഞ്ഞിരിക്കണം. സാത്താനോട് യുദ്ധം ചെയ്യാൻ പറ്റണമെങ്കിൽ ബൈബിൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും. 12-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം. മത്തായി 12:28. ബൈബിൾ എടുത്ത് ഉറക്കെ വായിക്കും, ഉറക്കെ. അങ്ങനെ വായിക്കേ. എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. കേൾക്കുന്നുണ്ടോ? പിശാചിനെ ബഹിഷ്കരിക്കുന്നത് എങ്ങനെ? അയ്യോ, ഇങ്ങനെ ഇരിക്കല്ലേ. ദൈവാത്മാവിനെ കൊണ്ട്. ഈശോ പറയാണ് 12:28. എന്താണ്? ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. അപ്പൊ പിശാചിനെ ബഹിഷ്കരിക്കുന്നത് എങ്ങനെ? അങ്ങനാണെങ്കിൽ മനുഷ്യന് സ്വന്തം ജഡത്തിൽ സാത്താനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരടി നിന്റെ കുടുംബം മുന്നോട്ട് പോകത്തില്ല. നിന്റെ ശക്തി കൊണ്ട് ഒരടി മുന്നോട്ട് പോകത്തില്ല. എത്ര 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 ജീവിതങ്ങൾ, എത്ര മനുഷ്യര് മുന്നോട്ട് നീങ്ങത്തില്ല. നീങ്ങണമെങ്കിൽ, ഈ ശക്തിയെ തോൽപ്പിക്കാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ്. ഓർത്തോണം, ആത്മാവിലെ ആരാധന, ആത്മാവിലെ ശുശ്രൂഷകൾ, ആത്മാവിലെ പ്രാർത്ഥന,
പരിശുദ്ധാത്മാവ് നിറഞ്ഞ പ്രാർത്ഥന കൊണ്ട് സാത്താനെ തോൽപ്പിക്കാൻ പറ്റൂ. മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ വേറെ ഒരു കാര്യം കൊണ്ടും വേറെ നമ്മുടെ ഈ ഒരു വാചകോടി കൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോണില്ല. പരിശുദ്ധാത്മാവ് വരണം. അവിടെയാണ് സാത്താന്റെ സാമ്രാജ്യം ഇളകുന്നത്. ദൈവാത്മാവിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. എന്നെ കേട്ടെ, അതായത് കുടുംബത്തിലെ നമ്മൾ ഒത്തിരി വിചാരിക്കുന്ന, ആഗ്രഹിക്കുന്ന എല്ലാം നന്നായിട്ട് പോകണം, വഴികൾ തുറക്കപ്പെടണം, നല്ലതായിട്ട് പോകണം, അറ്റ്ലീസ്റ്റ് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റണം. ഒരു പ്രശ്നം വേറൊരു പ്രശ്നം, അങ്ങനെ ഇത് പറ്റാത്ത വിധത്തിൽ ജീവിതം കെട്ടപ്പെട്ട് കിടക്കുമ്പോൾ കേൾക്കാൻ ചെവിയുണ്ടെങ്കിൽ കേൾക്കട്ടെ. പ്രിയപ്പെട്ട സഹോദര, നമ്മൾ കാണാത്ത ലോകത്ത് നിന്ന് ഒരു ശക്തി നമുക്കെതിരെ എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. നീ ഇത് കാണാതെ പോകരുത്. 18 വർഷമായിട്ട് ഈ സ്ത്രീ കെട്ടപ്പെട്ട് കിടന്നത് ഒരാത്മാവ് ബാധിച്ചത് കൊണ്ടാണ്, ഒരു പൈശാചിക അരൂപിയുടെ സ്വാധീനം കൊണ്ടാണ്. ആ സ്വാധീനത്തിൽ ആ സ്ത്രീ ഒന്ന് ചോദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. കർത്താവെ, ഒന്ന് എന്നെ അഴിച്ചു വിടാവോ എന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷെ അവളുടെ ജീവിതത്തിന്റെ ചിട്ടയുടെ ഭാഗമെന്നോണം അവൾ ദേവാലയത്തിൽ വന്നു, അവൾ സിനഗോഗിൽ വന്നു. സാബത്തിൽ അവൾ അവിടെ ഇങ്ങനെ ഒരു ജീവച്ഛവം പോലെ, കാറ്റുപിടിച്ചൊരു കരിങ്കല്ല് പോലെ അവള് അങ്ങനെ കുത്തിയിരുന്നപ്പോ യേശു അവളെ കണ്ടു. സാവകാശം ഇതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുപോവാ. നിന്റെ പ്രശ്നം നിന്റെ മാത്രം പ്രശ്നമല്ല, നിന്റെ ദൈവത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. ഇതൊന്ന് സാവകാശം മനസ്സിലേക്കൊന്ന് വിശ്വസിക്കുക. അതായത് നിനക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നീ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നത് നിന്നെക്കാളും നിന്റെ ദൈവമാണ്. ദൈവത്തിന് ആഗ്രഹമുണ്ട് നീ ഇതിൽ നിന്നൊന്ന് വെളിയിൽ വരണം, നീ ഒന്ന് പുറത്ത് കിടക്കണം, നീ ഒന്ന് അനുഗ്രഹത്തോടെ ജീവിക്കണം, നീ കർത്താവിൻ്റെ നാമത്തിൽ സമാധാനത്തോടെ കഴിയണം. ഇത് ദൈവത്തിന് ആഗ്രഹമുണ്ട്. എന്നാൽ അത് സംഭവിക്കാതിരിക്കാൻ ഇവളെ ഇങ്ങനെ അടിമയാക്കി വെച്ചിരുന്ന ആ സാത്താനിന്റെ ശക്തിയെ യേശു തിരിച്ചറിഞ്ഞിട്ട് കർത്താവ് അവളോട് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് വായിക്കാം. നമുക്ക് വായിച്ചത് ലൂക്കാസ് സുവിശേഷത്തില് 13-ാം അധ്യായത്തില് 12-ാമത്തെ വാക്യം. ഉറക്കെ വായിക്കേ. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നോക്കിയേ, അവളൊന്നും ചോദിച്ചിട്ടില്ല. യേശു അവളെ കണ്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. എന്തെന്നറിയോ, നമ്മള് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ വിശ്വസിക്കാത്തത് കൊണ്ടാണ് നമ്മളിൽ അത് നടക്കാത്തത്. നമ്മൾ വിശ്വസിക്കുന്നില്ല. എന്താ വിശ്വസിക്കാൻ? ഒരു കാര്യം പറയട്ടെ, നിന്നെ ആദ്യം കണ്ടതാരാ? നിന്നെ ഈ ഭൂമിയിൽ ആദ്യം കണ്ടതാരാ? ഒരു കുഞ്ഞുണ്ടായി എന്ന് ഭൂമിയിൽ ആദ്യം അറിയുന്നതാരാ? അമ്മയാണ്. നാട്ടുകാർ പറഞ്ഞിട്ടല്ലല്ലോ അമ്മ അറിയുന്നത്, അമ്മ തന്നെ അറിയും. ഒരു കുഞ്ഞ്, എൻ്റെ ഉദരത്തിൽ ഒരു കുട്ടി ഉണ്ടായിരിക്കുന്നു എന്ന് ആദ്യം ആരാണ് അറിയുന്നത്? പോസ്റ്റ് അമ്മ എന്നാണ് പറയുന്നത്. എൻ്റെ ഉദരത്തിൽ അല്ലല്ലോ, അമ്മ. ഈ കുട്ടിയെ അപ്പൻ അറിയുന്നതെന്നാ, അല്ലെ അപ്പൻ കാണുന്നതെന്നാ? പിറന്നു കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഗർഭപാത്രത്തിൽ ഉരുവായപ്പ അമ്മയും, ജനിച്ചു കഴിഞ്ഞ അപ്പനും, അത് കഴിഞ്ഞ് നാട്ടുകാരും അറിഞ്ഞ് നിന്നെ അതിനു മുമ്പേ 2 കണ്ണുകൾ കണ്ടിട്ടുണ്ട്. അതിനു മുമ്പേ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് നിനക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് സർവശക്തന്റെ കണ്ണുകൾ നിന്നെ കണ്ടു. ഞാൻ പറയുന്നത് വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ. അതായത് ഈ നമ്മളെ ദൈവം കണ്ടിട്ടുണ്ട്. ഒന്ന് കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരാര് കാണുന്നതിന് മുമ്പേ കണ്ടിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. ഉണ്ടല്ലോ. ഇനി ഈ ബാക്കി അമ്മയും അപ്പനും ഉറ്റവരും ഉടയവരും കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും നോട്ടം
നിന്നിൽ നിന്ന് പിൻവലിക്കുമ്പോഴും ആദ്യം നോക്കിയ ആ നോട്ടം അപ്പോഴും അവിടെ ഉണ്ട്. കർത്താവ് എപ്പോഴും എന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിനേക്കാൾ ശ്രദ്ധ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. ഇതെന്തറിയോ? ഇത് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇത് നമ്മളോട് പറഞ്ഞ് നമ്മുടെ മനസ്സ് ഇത് സമ്മതിക്കാൻ തയ്യാറല്ല. കാരണം നമ്മൾ വിചാരിക്കുന്നത് അൽഫോൻസാമയും അന്തോണീസിനെയും മാത്രമേ ദൈവം നോക്കുന്നുള്ളതാണ്. നമ്മുടെ വിചാരം ഗീവർഗീസ് പുണ്യാളനെയും ബഗനാം പുണ്യാളനെയും മാത്രമേ ദൈവം കാണുന്നുള്ളതാണ് നമ്മുടെ വിചാരം. എന്നാൽ ബൈബിൾ പറയുകയാണ്, നീ സൃഷ്ടിക്കപ്പെട്ട നിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. നിന്നെ വീട്ടുകാർക്ക് വേണ്ടെങ്കിലും, നാട്ടുകാർക്ക് വേണ്ടെങ്കിലും, കൂട്ടുകാർക്ക് വേണ്ടെങ്കിലും, സമൂഹത്തിന് വേണ്ടെങ്കിലും, നിന്നെ മനുഷ്യര് കൂട്ടത്തിൽ കൂട്ടാത്തവനാണെങ്കിലും നിന്നെ എൻ്റെ കണ്ണുകൾ നീ പിറക്കുന്നതിന് മുമ്പേ കണ്ടതാണ്. ആ കണ്ണും ആ നോട്ടവും നിന്നിൽ നിന്ന് ഞാൻ പിൻവലിച്ചിട്ടില്ല. നിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരാപത്തിപ്പെടുമ്പോ ദൈവത്തിന്റെ നോട്ടം ഉണ്ട് അവിടെ. ഒരു രോഗത്തിൽ അകപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ നോട്ടം ഉണ്ട് അവിടെ. ഒരു പ്രശ്നത്തിനകത്ത് കിടക്കുമ്പോ ദൈവത്തിന്റെ നോട്ടം ഉണ്ട് അവിടെ. പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് ആ ദൈവം നീ ഇതിൽ നിന്ന് പുറത്തു വരാൻ സർവസന്നാഹങ്ങളുമായിട്ട് നിന്നെ സഹായിക്കാൻ കാത്തു നിൽക്കുകയാണ്. നീ ഇതിനകത്തു നിന്ന് വെള്ളിയിലോട്ട് വാ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. ഞാൻ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോ, ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഒരു സഹോദരി വളരെ വേദനയോടെ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സങ്കടം പറഞ്ഞു. അത് ഞാൻ കേട്ടപ്പോ എൻ്റെ മനസ്സിൽ പറഞ്ഞു കൊടുക്കാൻ ഒരു ഉത്തരവില്ല. കാരണം അത്രയും ഞാൻ എന്താണെന്ന് പറയുന്നില്ല. ആ സഹോദരിയുടെ സ്വകാര്യതയെ മാനിച്ച് എന്താന്ന് ഞാൻ പറയുന്നില്ല. അതായത് നിങ്ങൾ ആരോട് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഉത്തരം പറയാൻ പറ്റില്ല. അതുപോലൊരു പ്രതിസന്ധിയിലാണ് ആ സഹോദരി. നിങ്ങൾ ആരോട് പറഞ്ഞാലും അവർക്ക് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനില്ല. കാരണം ഇങ്ങോട്ട് തിരിഞ്ഞ് ഈ പാത തിരഞ്ഞെടുത്താലും ഇങ്ങോട്ട് തിരിഞ്ഞ് ഈ പാത തിരഞ്ഞെടുത്താലും ഈ സ്ത്രീക്ക് തോരാത്ത കണ്ണുനീരുണ്ടാവും. രണ്ട് വഴിയുണ്ട് ഇവരുടെ മുമ്പിൽ. അങ്ങോട്ട് പോയാലും ഇവർക്ക് കണ്ണുനീരാണ്, ഇങ്ങോട്ട് വന്നാലും ഇവർക്ക് കണ്ണുനീരാണ്. എന്നോട് ചോദിച്ചു, എന്നെ ഒന്ന് സഹായിക്കാവോ? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്ന് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരി, ഞാൻ എന്നാ പറയാനാ? ഇത് എന്നെ പറയാനാ? ഈ രണ്ട് വഴിക്ക് പോയാലും പ്രശ്നമാണ്. മൂന്നാമതൊരു വഴി ഒട്ടില്ല. അതാണ് ഇന്നലെ ദൈവകരുണയുടെ തിരുനാളായിരുന്നു. ഇന്നലെ ധ്യാനകേന്ദ്രത്തിൽ ആ സഹോദരി ഉണ്ടായിരുന്നു. ഇന്നലെ ആ സഹോദരി എന്നോട് സംസാരിച്ചു. അവൾ എന്നോട് പറഞ്ഞു, ഞാൻ കാണാത്തൊരു വഴി, അച്ഛൻ കാണാത്തൊരു വഴി, ആരും കാണാത്തൊരു വഴി ദൈവം കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഓസ്ട്രേലിയ വെച്ച് എന്നോടത് പറയുമ്പോൾ എൻ്റെ സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത, ഞാൻ ഈ ജീവിതം മുഴുവൻ ജീവിച്ചാലും എൻ്റെ മനസ്സിൽ വരാത്ത ഒരു പരിഹാരം ദൈവം അവൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ പ്രാർത്ഥനകൾ വെറുതെ ആയില്ലല്ലോ എന്നെനിക്ക് മനസ്സിലായി. ഞാൻ പ്രാർത്ഥിച്ചത് വെറുതെ, എൻ്റെ ദൈവം അത് കണ്ടിട്ടുണ്ടായിരുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് വലതുകരമുയർത്തി കർത്താവിനെ ആരാധിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തളർവാദ രോഗി 38 വർഷമായിട്ട് ഈ കുളത്തിന്റെ കരയെ കിടക്കുകയാണ്. 38 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ കാലഘട്ടമല്ല, ആണോ? അല്ല. പണ്ട് ഞാൻ ഈ അടൂരെ കൊണ്ടുവരുന്ന സമയത്ത് തീരെ പീറപ്പിള്ളേരായിരുന്നവര് ഇന്ന് വലിയ പിള്ളേരാ. വഴി വെച്ച് കണ്ടാൽ പോലും അറിയത്തില്ല. പലരെയും നിങ്ങളേതാന്നൊക്കെ ചോദിക്കും. അങ്ങനത്തെ അവസ്ഥ വരുന്നത്. എത്ര കൊല്ലായി? 10, 12, 13 കൊല്ലം പരമാവധി. പക്ഷെ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല. 38 കൊല്ലം എന്ന് പറഞ്ഞാൽ ചെറിയ കാലമൊന്നുമല്ല. ഈ 38 കൊല്ലത്തിനിടയിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ചേട്ടനൊരു ഭാര്യ ഉണ്ടെങ്കിൽ അവരൊന്നുകിൽ കാത്തിരുന്ന് മടുത്തിട്ട് വേറെ കല്യാണം കഴിച്ച് കാണും, അല്ലെങ്കിൽ അവർ വല്ല നാട് വിട്ടും പോയി കാണും. മക്കളൊക്കെ കല്യാണമൊക്കെ കഴിച്ച് കുടുംബജീവിതം ആരംഭിച്ചു കാണും. വീട് ചിലപ്പോൾ വിറ്റ് വേറെ സ്ഥലത്ത് മാറിപ്പോയി കാണും. ആ പഞ്ചായത്ത് തന്നെ മാറിക്കാണും. 38 വർഷമായിട്ട് ഇയാൾ തിരിച്ചു ചെല്ലുമ്പോൾ വീടും കാണത്തില്ല, വീട്ടുകാരും കാണത്തില്ല. ഇനി ചെന്നാൽ തന്നെ കയറി ചെല്ലാൻ ചിലപ്പോൾ ഒരു സ്ഥലം ഉണ്ടാവണമെന്നും
അത്രയും കൊല്ലമായി, 38 വർഷം. അപ്പൊ അയാൾ ഇങ്ങനെ ചിന്തിച്ചു, എന്നെ എല്ലാവരും മറന്നു, ദൈവവും മറന്നു. എന്നെ എല്ലാവരും മറന്നു, ദൈവവും മറന്നു. വീട്ടുകാരും മറന്നു, കൂട്ടുകാരും മറന്നു, ദൈവം തമ്പുരാനും മറന്നു. കേൾക്കുന്നുണ്ടോ? എന്നാ പിന്നെ അയാൾ ചിന്തിച്ചു, ഇനിയിപ്പോ ഇവിടെ കിടന്ന് മരിക്കാം, എന്തായാലും ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇയാളാണ് സീനിയർ മോസ്റ്റ്. പുതിയ രോഗികൾ വരുമ്പോൾ എവിടെ കിടക്കണമെന്നൊക്കെ ഇയാളാ പറയുന്നു. ഇയാളാണ് ഇവിടുത്തെ ഈ ആദ്യം കിടക്കുന്ന ഓട്ടോ പോലാണ് സ്റ്റാൻഡിൽ, ഇയാളാണ്. അപ്പൊ അയാൾ അങ്ങനെ അവിടെ ആ അന്തരീക്ഷം അയാൾക്ക് ഇഷ്ടപ്പെട്ടു. അയാൾ അങ്ങനെ അവിടെ കിടക്കാണ്. ഈ കുളത്തിന്റെ കരയിലൊക്കെ കാറ്റൊക്കെ, ഇപ്പൊ നമ്മള് പൈസ ഉള്ളവരൊക്കെയാണ് കുളത്തിന്റെ കരയിലൊക്കെ പോയിരിക്കും. ഇത് ഫ്രീ ആയിട്ട് കാറ്റൊക്കെ അടിച്ച് അങ്ങനെ കിടക്കാം. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്ക് ഒരു ദൂതം വന്ന് ഇളക്കും, അത് കാണുകയും ചെയ്യാം. പിന്നെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല, കാരണം വയ്യാതെ കിടക്കുക. അപ്പൊ 38 വർഷമായപ്പോ ദൈവം വന്നു. ദൈവം അന്ന് മനസ്സിലായില്ല. ചോദിച്ചു, സൗഖ്യം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങള് ആശുപത്രി കിടക്കാണ്, പനി കൂടി. ഡോക്ടർ വന്നിട്ട് പറയാണ്, പനി കുറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ആ ട്രിപ്പ് ഇടുന്ന സാധനം എടുത്ത് ഊരി അയാളെ അടിക്കുകയോ കഴുത്ത് മുറുക്കി കൊല്ലുകയോ ചെയ്യും. ഇത് മാറാനാണ് ഞങ്ങൾ വന്നത്. ക്യാൻസർ ബാധിച്ച് RCC കിടക്കുന്നതിനോട് ചോദിക്കുകയാണ്, ക്യാൻസർ മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പൊന്നു സാറേ, ഇത് മാറാനല്ലെങ്കിൽ ഇവിടെ എന്തിനാ വരുന്നേ? 38 കൊല്ലമായിട്ട് സൗഖ്യം കിട്ടാൻ കാത്തു കിടക്കുന്നവന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, സൗഖ്യം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നെ ആഗ്രഹിക്കാതെ പിന്നെ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? ടൂറിസ്റ്റ് ഹോമൊന്നും അല്ലല്ലോ, ഗസ്റ്റ് ഹൗസ് ഒന്നും അല്ലല്ലോ വന്ന് കിടക്കാൻ. ഈ വഴിയമ്പലത്തിൽ പിച്ചക്കാരുടെ കൂടത്തി വന്ന് കിടക്കുന്നത് മാറാനാണ് സാറേ, മാറാൻ. സാറെന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവ് പറഞ്ഞു, എടാ, ഈ ഒത്തിരിയും നിരാശ വന്ന് ഒരുപാട് കാലമായിട്ട് ഇത് അനുഭവിച്ച് കിടക്കുമ്പോ ആരായാലും ചിന്തിക്കും, ഇനിയിപ്പോ ഇത് മാറാനൊന്നും പോകുന്നില്ല എന്ന് ആരായാലും വിചാരിക്കും. ഒരു 10-20 കൊല്ലം കുടിയന്റെ കൂടെ ജീവിച്ചു, ഭർത്താവ് കുടിയനാണ്. പിന്നെ ഈ സ്ത്രീക്ക് ഉറങ്ങണമെങ്കിൽ ഈ മണം അടിക്കണം. മനസ്സിലായില്ലേ? അതായത് ഒരു ദിവസം 2 ഇടി കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു പോരായ്മ പോലാണ് അന്ന്. കാരണം ഇത് അങ്ങ് ശീലമായി. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒട്ടും സ്നേഹമില്ലാത്ത കെട്ടിയവൻ മരിക്കുമ്പോഴും ഭാര്യയൊക്കെ കിടന്ന് ചങ്കത്തടിച്ച് കരയുന്നത്, യോ ഇനി എന്നെ ആരിടിക്കുവോ എന്ന് ചോദിച്ചിട്ട്. മനസ്സിലായോ? അതായത് എന്ത് ദുരിതം എന്ന് പറഞ്ഞാൽ കുറെ കാലം കഴിയുമ്പോൾ മനുഷ്യന് ഇത് ശീലമാവും. മനുഷ്യന്റെ പ്രത്യേകത, മനുഷ്യന് മാത്രമേ ഉള്ളത്. മനുഷ്യന്റെ പ്രത്യേകത കുറച്ച് കഴിയുമ്പോൾ അവൻ ഏത് അന്ധകാരത്തോടും പൊരുത്തപ്പെടാൻ തുടങ്ങും. അപ്പോ കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? കേൾക്കണേ, എന്നോട് ഉത്തരം പറയണം. അപ്പൊ അവൻ പറഞ്ഞു, കർത്താവേ, കുളം ഇളകുമ്പോ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല, ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് വേറെ ആരെങ്കിലും വന്ന് ചാടും. ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കണേ. ചോദ്യം, സുഖപ്പെടണോ? ഉത്തരം, കുളത്തിലിറക്കാൻ ആരുമില്ല. ചോദ്യം, നിനക്ക് സുഖപ്പെടണോ? സുഖപ്പെടണമെന്നല്ല, സുഖപ്പെടണോ? അപ്പോ ഉത്തരം പറ. അയ്യോ, കുളത്തിലിറക്കാൻ ആരുമില്ല. എവിടെയോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഞാൻ ചോദിക്കുകയാണ്, മഴയൊക്കെ ആയതുകൊണ്ടും തിരക്കായതുകൊണ്ടും ഞാൻ വിചാരിച്ചു ഇന്ന് ബസ്സിന് വന്നാലോ എന്ന് ഓർത്തു. ഇനി സമയത്ത് എത്തിയില്ലല്ലോ എന്ന് ഓർത്താ വണ്ടിക്ക് വന്നേ. അപ്പോ ഞാൻ ചോദിക്കുകയാണ് ആദർശനോട്, ഈ അടൂരിനുള്ള ബസ് എപ്പോഴാ? പുള്ളി പറയുകയാണ്, ദോശയും ചമ്മന്തിയും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ചോദ്യവും ഉത്തരവും തമ്മിൽ പൊരുത്തമില്ല. സമയം എത്രയായി? അപ്പൊ പറയാണ്, കോഴി രാവിലെ കൂവിയില്ല. ചോദ്യം ഉത്തരം തമ്മിൽ ബന്ധമില്ല. ചോദ്യം, സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നോ? ഉത്തരം പറ.
മാനം മര്യാദയുള്ള ഒരുത്തനാണെ പറയണം, ഒന്നീ പറയണം യെസ് സുഖപ്പെടണം, അല്ലെങ്കിൽ പറയണം നോ താങ്ക്സ് ഇവിടെ കിടന്ന് ചത്തോളാം. ഇതല്ലേ പറയണ്ടേ? അയാൾ എന്തിനാ? ചേച്ചി പറയണം, ശ്രദ്ധിക്കാതിരിക്കുന്ന ചേച്ചി പറയണം ഞാൻ വരിക. അതായത് എന്തെന്നറിയാം, പറയണം. ഈ ചോദ്യത്തിന് അവൻ ഈ ഉത്തരം കൊടുത്ത എന്തിനാ? അത് പറഞ്ഞാൽ മതി. പറ. അല്ലല്ല, ഞാൻ പറയുന്നത് ഈ ചോദ്യം വളരെ കൃത്യമല്ലേ. സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ കൊച്ചേ? ഉത്തരം കർത്താവേ നീ ചോദിക്കെങ്കിലും ചെയ്തല്ലോ, ആഗ്രഹമുണ്ട് എന്നല്ലേ. ഇയാൾ പറയാണ് കുളത്തിലിറക്കാൻ ആരുമില്ല എന്ന ഉത്തരം അയാൾ പറഞ്ഞതിന്റെ കാരണം അതാണ് എന്റെ ചോദ്യം. എന്താ? നിങ്ങളെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല, ഞാൻ പറയാം. എന്തെന്നറിയോ? ഈ കിടക്കുന്നവന്റെ, ഈ തളർവാദക്കാരന്റെ, ഈ പക്ഷപാതക്കാരന്റെ കൺമുമ്പിൽ സൗഖ്യം പ്രാപിക്കാൻ ലോകത്ത് ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴി ഈ കുളത്തിലിറങ്ങുക എന്നുള്ളതാണ്. ശരിയല്ലേ? അവന്റെ മുമ്പില് ഈ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ഒരേ ഒരു പരിഹാരം. എന്ത്? ദൂതൻ വന്ന് ഇളക്കുമ്പോ അതിനകത്തിറങ്ങുക. എന്നാൽ ഈ കരയ്ക്ക് നിൽക്കുന്നവനുണ്ടല്ലോ, നീ സങ്കല്പിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ നിന്നെ ഈ കട്ടിലെടുത്ത് തലേ വെച്ച് നല്ല മിടുക്കനായിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ ഒരു 10,000 വഴി തലയിൽ വെച്ചിട്ടാണ് അവൻ പറയുന്നത് സുഖപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. അതായത് ഒരു പ്രശ്നത്തിൽ നമ്മൾ അകപ്പെടുമ്പോൾ അതിൻ്റെ പരിഹാരവും കാത്ത് ദൈവം ഇരിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഈ സ്ത്രീ ചോദിച്ചില്ലെങ്കിലും ഈ സ്ത്രീയെ കർത്താവ് വിളിച്ചു, അവളോട് പറഞ്ഞു നിന്റെ രോഗത്തിൽ നിന്ന്. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഈ രാത്രിയിൽ ഈ സ്വരം കേൾക്കുന്ന സകല മക്കളും ഇന്ന് തിരിച്ചറിയണം, നീ ഇപ്പോൾ കടന്നു പോകുന്ന ഈ ദുരന്തത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് ആഗ്രഹവുമുണ്ട്, കഴിവുമുണ്ട്. അവൻ അതിനു വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഒരവസരം. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലായോ? എന്ത് വിചിത്രമായ വഴികളിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്നറിയാം. നിങ്ങൾക്കറിയാലോ, ഞാൻ ഈ 9-ാം തീയതി പോയി ഒരു തോട്ടി വീണു എഗൈൻ. അപ്പോ ദൈവത്തിന്റെ കരുണ കൊണ്ട് വണ്ടി നല്ലതായിരുന്നുകൊണ്ടും ദേഹത്തിനൊന്നും പറ്റിയില്ല. പക്ഷെ എന്തായാലും കുഴി പോയതല്ലേ, അപ്പൊ ഒരു ചെറിയ ഉടവും ചതവൊക്കെ ദേഹമൊക്കെ ഒന്ന് കുലുങ്ങിയല്ലേ. പിന്നെ ഈ മൊത്തത്തിൽ ഈ തല മുതൽ താഴെ വരെ വേദനയാണ്, പണ്ട് പോലെ ഉള്ളതാ. അപ്പോ ഞാനിങ്ങനെ 1-2 ദിവസമൊക്കെ മറ്റു കുഴപ്പമൊന്നുമില്ല, വലിയ ഇടിയൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ മൊത്തം അങ്ങ് വേദനയുണ്ട് ദേഹത്ത്. അപ്പം ഞാൻ ഓർത്തു, പോയി വലിയ കുഴമ്പിട്ട് തിരുമുന്നവന്മാരെ വല്ലവരുടെ അടുത്ത് പോയിട്ട് മൊത്തത്തിലൊന്ന് പിടിച്ച് നോക്കിക്കളയാം. അങ്ങനെ ഞാൻ ഈ സാധാരണ പോകുന്നൊരു സ്ഥലമുണ്ട്, അവിടെ പോകാൻ എനിക്ക് മടിയാണ്. കാരണം ഭയങ്കര വേദനയാണ്. വേദന മാറാനാ പോണേ, പക്ഷെ നല്ലപോലെ വേദനിപ്പിച്ച് അത് മാറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്രയൊന്നും താങ്ങാനുള്ള ശേഷി ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓർത്ത് അവിടെ പോകണ്ട, ഇത്തിരി കൂടെ ലൈറ്റായിട്ടുള്ളൊരു സ്ഥലത്ത് പോകാൻ ഓർത്ത് ഞാൻ ഇങ്ങനെ എവിടെ പോവും എന്നിങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് ഒരു സ്ഥലം എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ അവിടേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്നെ അറിയാവുന്നവരാണ്. അച്ഛൻ വരാൻ പറ, അച്ഛന് സാധാരണ അച്ഛന് വരുമ്പോൾ ഉള്ള ആളല്ല, വേറൊരാളാണ്. കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ആള് ഈ പണിയൊക്കെ അറിയാവുന്ന ആളാണല്ലോ. അതാണ്, ഓക്കെ എന്നാ വരാം. ഞാൻ ചെന്നപ്പോ ഉണ്ടല്ലോ ഒരു ചെറുപ്പക്കാരൻ, അവന് ഒരു ഹൈന്ദവ സഹോദരനാണ്, ഒരു പാവം പയ്യൻ, 10-30 വയസ്സ് കാണുമായിരിക്കും. അപ്പോൾ അവനെ ചോദിച്ചു, എന്നാ ഫാദറെ എന്നാ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, ഞാൻ ഈ പോയി കാറ് മറിഞ്ഞു, അങ്ങനെ പറ്റിയതാണ്. അപ്പം ഞാൻ പറഞ്ഞു, നീ സൂക്ഷിച്ചൊക്കെ പതുക്കെയൊക്കെ എല്ലാം എന്നെ ഒത്തിരി ഉപദ്രവിക്കരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ അത് വളരെ സ്നേഹത്തോടെ, എനിക്ക് അവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ചില ആളുകളുണ്ടല്ലോ, അവരുടെ ഒരു സമീപനം നമുക്ക് ഈ ആദ്യമായിട്ട് കാണുകയാണ്. പക്ഷെ എനിക്ക് അവനെ, ഞാൻ പറഞ്ഞു, പേര് ചോദിച്ചു, പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ കർത്താവ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ജീവനോണ്ടിരിക്കുന്നത്, ഈശോ ഉള്ളതുകൊണ്ടാണെന്നൊക്കെ ഞാൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഫാദറെ എനിക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞാൻ പറഞ്ഞു, എന്നാടാ നിന്റെ പ്രശ്നം? അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ആച്ചാ ഞാൻ ഒത്തിരി കാലമായിട്ട് ജോലിയിൽ പ്രമോഷന് വേണ്ടി
ഇങ്ങനെ വിചാരിക്കുകയാണ്, എനിക്ക് പ്രൊമോഷൻ, ഇവൻ ഇതല്ലാതെ വേറൊരു ജോലിയുണ്ട്, പ്രൊമോഷൻ കിട്ടുന്നില്ല, അതിന് മന്ത്രിമാരും ഒക്കെ വിളിച്ച് പറയണം എന്നാലേ കിട്ടൂ, ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലമാണ്. അച്ഛാ അത് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കാം, അവിടെ നീയും പ്രാർത്ഥിക്കണം യേശുവിനോട്. ഞാൻ പ്രാർത്ഥിക്കാം അച്ഛാ. പിറ്റേ ദിവസം ഞാൻ ചെല്ലുമ്പോൾ അവൻ പറയാണ്, ഫാദർ എനിക്ക് പ്രമോഷൻ കിട്ടി. അടുത്ത ദിവസം എനിക്ക് പ്രമോഷൻ കിട്ടി. ഭയങ്കര സന്തോഷം. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് പറയാണ്, അത് മാത്രമല്ല, ചൈനയിലേക്ക് പോകുന്ന ഒരു ടീമിൽ എന്നെ എടുത്തു. ഞാൻ പോവാണ്, 5-ാം തീയതി ചൈനയ്ക്ക് പോവാണ്. അവൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് കണ്ണ് നിറഞ്ഞ് കർത്താവിന് നന്ദി പറഞ്ഞ് അവൻ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി എന്താ ചെയ്യട്ടെ, എന്നെ ദൈവം അനുഗ്രഹിച്ചത്. ഞാൻ ഓർക്കുകയാണ്, ദൈവമേ, ഞാൻ കുഴി പോയെന്നുള്ളത് എനിക്ക് വിഷമമുണ്ട്, എന്നാലും വേണ്ടില്ല, ഒരുത്തൻ അതുവഴി ചൈനയിലെത്തിയിട്ടുണ്ട്. ദൈവം എന്തെല്ലാം വഴികളാണ് ഉപയോഗിക്കുന്നത്, എന്തെല്ലാം വഴികൾ. എന്നിട്ട് അവൻ്റെ ജോലി സ്ഥലത്ത് ചെന്നു. എല്ലാവരും വട്ടം കൂട്ടിയിട്ട് അവനോട് ചോദിച്ചു, എടാ ഒന്ന് പറഞ്ഞാടാ, ഏത് മന്ത്രിയാടാ റെക്കമെൻഡ് ചെയ്തത്, ആരാടാ? അവൻ പറഞ്ഞു, യൂട്യൂബിൽ എന്നെ ഇതെടുത്തു, വീഡിയോ എടുത്തിട്ട് പറഞ്ഞു, ദേ ഈ ഫാദറാണോടാ വിളിച്ച് പറഞ്ഞത്, ഈ ഫാദറിന് അത്ര സ്വാധീനം, ഈ ഫാദർ വിളിച്ച് പറഞ്ഞില്ല, ഈ ഫാദർ ദൈവത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഇവന്റെ കാര്യം ശരിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ശരിയായി. അവിടെ എല്ലാം ഇപ്പൊ എൻ്റെ ഫാൻസാണ്. അവിടെ എവിടെന്നറിയാം, മറ്റേ ആ സ്ഥലത്ത്. അപ്പൊ അതിലെ വേറൊരാൾ ചോദിച്ചെന്ന് പറഞ്ഞു, ആ പുള്ളിയെ പോയി നമുക്കൂടെ ഒന്ന് കാണാൻ പറ്റുമോ? പറഞ്ഞു, കാണാൻ പറ്റത്തില്ല, ഭയങ്കര വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലെ നമ്മൾ വിട്ടുപോകും, എല്ലാവർക്കും നമുക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത്, ഞാൻ ആലോചിക്കായിരുന്നു, ആ പാവം അവൻ ഇന്നലെയും രാത്രിയും എനിക്കൊരു മെസ്സേജ് അയച്ചു, കണ്ണുനീരോടുകൂടി, ഫാദർ ഞാൻ പോയി ഡൽഹിയിലാണ്, അവിടെ ഞാൻ ചണ്ഡീഗഡിന് പോകും, അവിടെ ഞാൻ ചൈനയ്ക്ക് പോകും. കണ്ടോ, ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ഇങ്ങനെ നോക്കി നടക്കും. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് ഇത് പറഞ്ഞ് ഒരു സെക്കൻഡ് പെട്ടെന്ന് തീർത്തിട്ട് എഴുന്നേക്കാം. ഇങ്ങിരുന്നു, ഒരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ, ഒന്ന് കേട്ടെ. അപ്പൊ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇവള് കൂലിപ്പോയ ഒരുവൾ അവിടെയുണ്ട്. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ച് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ച് തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ഇനി അടുത്തതാണ്, വളരെ ശ്രദ്ധിക്കണം. യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനഗോഗ് അധികാരി യേശുവിനോട് കോപിച്ചു. അപ്പോൾ യേശു പറയുന്ന ഒരു മറുപടിയാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ചിന്തയ്ക്ക്, നിങ്ങളുടെ ഹൃദയത്തിലിട്ട് പറഞ്ഞു വിടാൻ പോണത്. അത് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ കുറെ കൂടെ കരുത്തരാവും, നിങ്ങൾക്ക് കുറെ കൂടി കൃപയുടെ വാതിലുകൾ തുറക്കപ്പെടും, നിങ്ങൾക്ക് കുറെ കൂടി കർത്താവിനെ സ്നേഹിക്കാൻ പറ്റും, നിങ്ങൾ കുറെ കൂടി അനുഗ്രഹം പ്രാപിക്കുന്ന ജനമായി മാറും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യേശു ഈ സിനഗോഗ് അധികാരി കോപിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്ന വാക്യം, 16-ാമത്തെ വാക്യം, നിങ്ങളൊന്ന് മനസ്സിരുത്തി എല്ലാവരും വായിക്കുക. വാക്യം 16. 18 വർഷം സാത്താൻ കെട്ടിയിട്ടിരുന്നവളായ അബ്രാഹത്തിന്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ? പറഞ്ഞേ ഹല്ലേലൂയ. സാബത്ത് എന്ന് പറഞ്ഞാൽ ആരാധനാ ദിനം. സാബത്ത് എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ സ്തുതിക്കാൻ ഒരുമിച്ച് കൂടിയ ദിനം. സാബത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച സമയം. സാബത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഓർക്കാൻ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം ഒരുമിച്ച് കൂടിയ ദിവസം, സമയം. ആ സാബത്ത് ദിവസം കർത്താവ് പറയാണ്, ഞാൻ അഴിച്ചുവിടും. ആരെ? അബ്രാഹത്തിന്റെ മകളെ. വളരെ പ്രധാനപ്പെട്ട ഒരു പഴയ നിയമ ചിന്തയുണ്ട് ഇതിനകത്ത്, വളരെ ശ്രദ്ധിക്കാമെങ്കിൽ പറയാം, വളരെ ശ്രദ്ധിക്കുക. എന്തെന്നറിയാമോ? അബ്രാഹത്തിന് നൽകപ്പെട്ട അനുഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ബൈബിളിൽ 2 തരം വാഗ്ദാനങ്ങൾ നമ്മൾ കാണും. ഒന്നാമത്തെ വാഗ്ദാനം വ്യവസ്ഥകളോടുകൂടിയ വാഗ്ദാനം. ബൈബിളിൽ 2 തരം വാഗ്ദാനങ്ങളുണ്ട്. ഒന്ന് കണ്ടീഷണൽ പ്രോമിസസ് എന്ന് പറഞ്ഞാൽ, നീ ഇങ്ങനെ എൻ്റെ മുമ്പിൽ നിന്നാൽ ഞാൻ ഇത് നിനക്ക് ചെയ്യാം. ഇതാണ് കണ്ടീഷൻ. ബൈബിളിൽ അങ്ങനത്തെ പ്രോമിസ് ഉണ്ട്. ഉദാഹരണത്തിന് എന്താണ്? നിങ്ങൾ എൻ്റെ സ്വരം കേൾക്കുകയും ഞാൻ നിങ്ങളോട് ഇന്ന് കൽപ്പിച്ച വാക്യങ്ങള്
നിങ്ങളോട് ഞാൻ കൽപ്പിച്ച ഈ വചനങ്ങൾ ശ്രദ്ധാപൂർവം സ്വീകരിക്കുകയും ചെയ്താൽ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും ഞാൻ നിങ്ങളുടെ മേൽ വരുത്തുകയില്ല. ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. വാഗ്ദാനം, നിങ്ങളെ ഞാൻ സുഖപ്പെടുത്തും. ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികൾ നിന്റെ മേൽ വരുത്തില്ല. എന്ത് ചെയ്താൽ? നീ എന്റെ സ്വരം കേട്ടാൽ. കണ്ടോ കണ്ടീഷൻ? സിംഹകുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവന് ഒന്നിന്റെയും കുറവുണ്ടാവില്ല. പ്രോമിസ്, കണ്ടീഷൻ, കർത്താവിനെ അന്വേഷിക്കണം. നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക. അപ്പോൾ അവിടുന്ന് നിങ്ങളുടെ ആഹാരവും പാനീയവും ആശീർവദിക്കും. രോഗപീഠകൾ നിർമ്മാർജ്ജനം ചെയ്യും. വന്ധ്യതയും ഗർഭച്ഛിദ്രം ഉണ്ടാവില്ല. നിനക്ക് ദീർഘായുസ് തരും. വാഗ്ദാനം, 4 വാഗ്ദാനം. കണ്ടീഷൻ, നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. കേൾക്കുന്നുണ്ടോ? ബൈബിളില് ഒരു വാഗ്ദാനം കണ്ടീഷണലാണ്. എന്ന് പറഞ്ഞാൽ നീ ഈ വ്യവസ്ഥകൾ പാലിച്ചാൽ അനുഗ്രഹിക്കാം. എന്നാൽ ബൈബിളില് അൺകണ്ടീഷണൽ ബ്ലെസ്സിങ്സ് ഉണ്ട്. കണ്ടീഷനൊന്നുമില്ല. ഒരു കണ്ടീഷനില്ല. അർത്ഥം പറയാണ്, ഇത് ഞാൻ തരും, നിനക്ക് ഞാൻ തരും. ഒരു കണ്ടീഷൻ, നീ എന്നാ ചെയ്താലും ഇത് ഞാൻ തരും. പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ ദൈവം വാഗ്ദാനം നൽകിയ ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് അബ്രാഹാം. അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനത്തിന് കണ്ടീഷൻസ് ഇല്ല. ഞാൻ പറയാൻ പോണേ ഏത് വാഗ്ദാനമാണ്. നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ വലിയൊരു ജനതയാക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഈ ആദ്യ വാഗ്ദാനം നൽകിയിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവം അബ്രാഹത്തെ വേറൊരു വാഗ്ദാനം കൊടുത്തു. വേറൊരു വാഗ്ദാനം. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായം 15-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, അബ്രാഹത്തിന് ദർശനത്തിൽ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. ഞാൻ പെട്ടെന്ന് വായിച്ചു പോവാണ്. അബ്രാം, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. ദൈവം കേൾക്കണേ, ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, അബ്രാം പേടിക്കണ്ടാ, നിന്റെ പ്രതിഫലം വലുതായിരിക്കും. ഉടനെ അബ്രാം പറയാണ്, കർത്താവേ, എന്ത് പ്രതിഫലം? എനിക്ക് എന്റെ ചോരയില് ഒരു കുട്ടി ഉണ്ടായിട്ടില്ല. ഞാൻ ഈ ഉണ്ടാക്കിയതും നീ എനിക്ക് തന്നതും മുഴുവൻ അവകാശമാക്കാൻ പോകുന്നത് ദമാസ്കസുകാരൻ ഏലിയാസറും അവന്റെ മക്കളുമാണ്. എന്ത് പ്രതിഫലം? അപ്പൊ ദൈവം പറഞ്ഞു, ഇല്ല, നിനക്ക് ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ മക്കളെ തരാൻ പോവാ. നീ ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ ദൈവം അബ്രാഹത്തിന് നൽകിയ ഈ അനുഗ്രഹത്തിൽ അബ്രാഹാം അത് വിശ്വസിച്ചു. അവനത് നീതിയായി മാറി. എന്നെ കേൾക്കണേ, പെട്ടെന്ന് ഞാൻ പറയാണ്. അപ്പോ ദൈവം പറഞ്ഞു, നിനക്ക് ഞാൻ വരാൻ പോകുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം. ഈ വാഗ്ദാനം ഞാൻ ഉറപ്പിക്കാൻ പോവാണ്. ഞാൻ നിനക്ക് തന്ന ഉൽപ്പത്തി 12-ൽ തന്ന വാഗ്ദാനവും 15 തരുന്ന വാഗ്ദാനവും 17 തരുന്ന വാഗ്ദാനം എല്ലാം ഞാൻ ഉറപ്പിക്കാൻ പോവാണ്. ഉടമ്പടി ഉറപ്പിക്കുന്നത് ഒരു പ്രത്യേക വിധത്തിലാണ്. നോക്കുക, ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് നോക്കി, എന്നെ നോക്കി. മൃഗങ്ങളെ കൊണ്ടുവന്നിട്ട് ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട്, ഒരു ചങ്ങാലി, ഒരു ഇളംപ്രാവ്, ഇത്ര എണ്ണത്തെ കൊണ്ടുവന്നു. ഇത് കേട്ടാ മതിയേ. എന്നിട്ട് ഇതിനെല്ലാം 2ആയി പിളർക്കും. അപ്പോ പശുവിനെ 2ആക്കി, 2 പീസ്, ഒരു പീസ് അപ്പുറത്തും ഒരു പീസ് ഇപ്പുറത്തും. ആട്, പെണ്ണാട്, മുട്ടനാട്, ചങ്ങാലി, ഇതിനെല്ലാം പിളർന്നിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ നടുക്കൂടെ ചോര ഒഴുകുക. ഈ മുറിച്ചു വെച്ച മൃഗങ്ങളുടെ മൃതശരീരത്തിൽ നിന്ന് ചോര ഇങ്ങനെ ചീറ്റി ഒഴുകി നടുക്കൂടെ ഒഴുകുമ്പോ ഉടമ്പടി ഉറപ്പിക്കുന്നത് സാധാരണഗതിയിൽ എങ്ങനെന്നറിയോ? ഞാൻ ഇങ്ങനെ ചെയ്യാം, നീ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനത്തെ ഉടമ്പടിയാണെങ്കിൽ ഉടമ്പടി ഉറപ്പിക്കുമ്പോ ഇവര് 2 പേരും, ദൈവവും ഇപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യരും 2 പേരും ഈ രക്തത്തിന്റെ നടുക്കൂടെ നടക്കണം. അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്നറിയാം? നമ്മളിൽ ഒരാൾ ഈ ഉടമ്പടി തെറ്റിച്ചാൽ, ഞാൻ തെറ്റിച്ചാൽ എൻ്റെ അവസ്ഥ ഇതുപോലായിരിക്കും, നീ തെറ്റിച്ചാൽ നിന്റെ അവസ്ഥ ഇതുപോലായിരിക്കും. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മൃഗത്തെ പിളർന്നിട്ട് ചോര ഒഴുക്കിയിട്ട് അതിൻ്റെ അകത്തൂടെ നടക്കുന്നത് വഴി അവർ ഉദ്ദേശിച്ചത് ഈ വാഗ്ദാനം, ഈ വ്യവസ്ഥ തെറ്റിച്ചാൽ അത് തെറ്റിക്കുന്നവന്റെ അവസ്ഥ ഇതായിരിക്കും. നിങ്ങൾ നോക്കിക്കൊള്ളുക, അവിടെ അവൻ അവയെല്ലാം കൊണ്ടുവന്ന് അവയെ 2ആയി പിളർന്ന് ഭാഗങ്ങൾ നേർക്ക് നേരെ വെച്ചു. പക്ഷികളെ അവൻ പിളർന്നില്ല. പിണത്തിന് മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിയോടിച്ചു. പറഞ്ഞ ഹല്ലേലൂയാ. പറഞ്ഞ ഹല്ലേലൂയാ. ഇനി 17-ാമത്തെ വാക്യം, സൂര്യൻ അസ്തമിച്ച്
അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചൂള കാണാറായി. ജ്വലിക്കുന്ന തീനാളം പിളർന്നിട്ടിരുന്ന കഷണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. ആരാ കടന്നുപോയെ? ഇതിനകത്തൂടെ ഒരു തീ കടന്നുപോയി, ഈ ചോരക്കകത്തൂടെ. അപ്പൊ ആരായി പോയെ? ദൈവം. നിങ്ങൾ അവിടെ അരിച്ചു പറക്കി നോക്കി. അബ്രഹാം പോയോ? അബ്രഹാം പോയോ? പോയില്ല. എന്താ ഉദ്ദേശിക്കുന്നത് അറിയാമോ? ദൈവം അബ്രഹാമത്തോട് പറയാണ്, അബ്രഹാം, നീ തെറ്റിച്ചാലും ഞാൻ തെറ്റിക്കത്തില്ല. നിനക്കിനി എന്തെങ്കിലും ഒരു പോരായ്മ വന്നാലും ഇത് നിറവേറും. നീ ഇനി എന്റെ വഴിയിൽ നിന്ന് മാറിപ്പോയാലും ഈ പറഞ്ഞതിന് വ്യത്യാസമില്ല. മനസ്സിലായി? ഇതാണ് അൺകണ്ടീഷണൽ. ഇതിന് വ്യവസ്ഥയില്ല. കേൾക്കുന്നുണ്ടോ? അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹത്തിന്റെ പ്രത്യേകത, അതിന് വ്യവസ്ഥയില്ല. നന്നായിട്ട് കേൾക്കണം. നീ ഒരു അനുഗ്രഹമാവും, നിന്നെ ഞാൻ വലിയ ജനതയാക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇത് അബ്രാഹത്തിനും അവന്റെ സന്തതികൾക്കും വ്യവസ്ഥകളില്ലാതെ ദൈവം കൊടുത്ത അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഇന്നും കേരളത്തിന്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത ഇസ്രായേൽ എന്ന ഒരു രാജ്യം ലോക രാജ്യങ്ങളോട് ഒറ്റയ്ക്ക് പോരടിച്ച് നേരെ തലനിവർത്തി നിൽക്കുന്നത്. ഈ അനുഗ്രഹം അവർക്ക് ദൈവം കൊടുത്തത് കൊണ്ടാണ്. ഇത് മനസ്സിലാവുന്നുണ്ടോ? അവരോട് പറയാണ്, നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. നിനക്ക് ക്ലേശം വരും, നിനക്ക് ചില സമയത്ത് കഷ്ടത വരും, പക്ഷേ നിന്റെ സന്തതിക്കാണ് ഈ നാട്. അബ്രാഹത്തിന് കൊടുത്ത അനുഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ, നീ ഇനി ഇതിനകത്ത് വീഴ്ച വരുത്തിയാലും ഞാൻ ഈ പറഞ്ഞൊക്കെ നിറവേറും. എന്നെ കേൾക്കണേ. ഒരു വ്യക്തി യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഗലാത്യ ലേഖനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു. ഗലാത്യ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായത്തിൽ വചനം പറയുന്നു, ഒരു വ്യക്തി യേശുവിലേക്ക് വരുമ്പോൾ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം, 13-14. ഗലാത്യ 3:13-14. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം കിട്ടിയില്ലേ? നാളെ ബൈബിൾ കൊണ്ടുവരണേ കേട്ടോ. നാളെ വരുമ്പോ ബൈബിൾ കൊണ്ടുവരണം കേട്ടോ. ഗലാത്യർ, പതുക്കെ എടുത്താൽ മതി. ഗലാത്യർ 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിച്ചോ. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം, ഒന്നുകൂടെ പറ. അബ്രാഹത്തിന് ലഭിച്ച അൺകണ്ടീഷണൽ, വ്യവസ്ഥകളില്ലാതെ അബ്രാഹത്തിനും അവന്റെ സന്തതികൾക്കും കൊടുത്ത അനുഗ്രഹം. നിങ്ങൾ ലോക ചരിത്രം വായിക്കൂ. ലോക ചരിത്രത്തിന്റെ ഗതി മാറ്റിമറിച്ചത് ജൂതന്മാരാണ്, യഹൂദന്മാരാണ്. അപ്പൊ ഈ അബ്രാഹത്തിന് നൽകിയ അനുഗ്രഹം വായിക്കാം. യേശുക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ ഈ വാഗ്ദാനങ്ങൾ വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് യേശു മരത്തിൽ ശപിക്കപ്പെട്ടവനെ പോലെ നമുക്ക് വേണ്ടി മരിച്ചത്. ഞാനൊരു കാര്യം പറയാം. ഇത് നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിതം ഇന്ന് മുതൽ മാറും. പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് മുതൽ മാറും. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയും. എന്താണ് ഇവിടെ വചനം പറയാണ്? അബ്രാഹത്തിനും അവന്റെ സന്തതി പരമ്പരകൾക്കും ദൈവം കൊടുത്ത വ്യവസ്ഥകളില്ലാത്ത അനുഗ്രഹം വിജാതീയരായ നമ്മിലേക്കും. നമ്മളാരാ? വിജാതീയരാണ്. നമ്മൾ യഹൂദരല്ലല്ലോ, നമ്മൾ വിജാതീയരാണ്. വിജാതീയരായ നമ്മളിലേക്കും അതേ അനുഗ്രഹം നമ്മുടെ തലയിലും വീഴുന്നതിന് വേണ്ടിയാണ് യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. അപ്പൊ ഒരു വ്യക്തി യേശുവിലേക്ക് വരുമ്പോൾ ആ വ്യക്തിക്ക് അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം ഒരവകാശമായി ലഭിക്കുകയാണ്. നിങ്ങളിത് വിശ്വസിക്കണം. അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കർത്താവിലായിരിക്കുമ്പോൾ എനിക്ക് അനുഗ്രഹിക്കപ്പെടുക എന്നതല്ലാതെ മറ്റൊരു സാധ്യതയില്ല.
ഞാൻ അനുഗ്രഹിക്കപ്പെടണം. അതിനല്ലാതെ വേറൊരു സാധ്യതയില്ല. അപ്പൊ അത് എന്നിൽ സംഭവിക്കാൻ യേശു അത് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയാണ് യേശു എന്നെ വിളിച്ചത്. അതുകൊണ്ട് ഈ രാത്രിയിൽ പ്രിയമക്കളെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് ഇന്ന് ഞാനിത് വിശ്വസിക്കുന്നു. ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ. നിങ്ങളിങ്ങനെ ചിന്തിക്കുക, അതായത് യേശു ക്രിസ്തു വഴി അബ്രാഹത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാനും അവകാശിയാണ്. അങ്ങനെ വരുമ്പോഴേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരുപടി മണ്ണില്ലാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നിവൃത്തിയില്ല. നിങ്ങൾക്ക് 5 സെന്റ് വാങ്ങാനുള്ള നിവൃത്തിയില്ല. പക്ഷെ അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹത്തിനകത്ത് മണ്ണുണ്ട്, മണ്ണ്. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ ഒരുപടി മണ്ണുണ്ടാവുക എന്നുള്ളത് ബൈബിൾ നിങ്ങൾക്ക് തരുന്ന അവകാശങ്ങളിൽ ഒന്നാണ്. ഇത് നീ വിശ്വസിക്കണം. അതിന് നീ ഒരു ലോണും എടുക്കണ്ട. പറഞ്ഞ ഹല്ലേലൂയാ. അത് തരാൻ ദൈവം ബാധ്യസ്ഥനാണ്. കാരണം ദൈവം പറഞ്ഞു, ഇത് വ്യവസ്ഥയില്ലാതെ ഞാൻ തരുന്ന അനുഗ്രഹമാണ്. നിന്റെ മക്കള്, അങ്ങനല്ലേ പറഞ്ഞ്, നിന്റെ സന്തതികള് അനുഗ്രഹിക്കപ്പെടുമെന്നല്ലേ പറഞ്ഞു. നിന്റെ മക്കള് നശിച്ചു പോവുക എന്ന് പറഞ്ഞൊരു സാധ്യത ഇല്ല. എന്താ ഇത് സംഭവിക്കുന്നറിയോ? അതായത് നമ്മൾ വിശ്വസിക്കാത്ത കാലത്തോളം ഇതൊന്നും നമ്മളെ സംഭവിക്കത്തില്ല. നമ്മൾ പറയേണ്ടതെന്നറിയാം. ഞാൻ സാധാരണ നിങ്ങളുടെ ആ മനസ്സിലേക്ക് വന്ന് ഞാൻ പറയട്ടെ, എന്നെ കേട്ടെ. നിങ്ങൾ പറയേണ്ടതെന്നറിയാം, കർത്താവേ, ഇതിങ്ങനെ നടക്കാൻ പാടില്ലാത്തതാണ്. നീ എന്നോട് പറഞ്ഞ വചനപ്രകാരം ഞാനിങ്ങനെ വാടക വീട്ടിൽ കഴിയേണ്ട ഒരാളല്ല. എനിക്ക് സ്വന്തമായിട്ട് മണ്ണും വീടും ഉണ്ടാവേണ്ടതാണ്. ക്രിസ്തുവിൽ ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ തലമുറ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം. എൻ്റെ മക്കൾ വഴിയാധാരം ആവരുത്. എൻ്റെ കുഞ്ഞുങ്ങൾ ലഹരി കടിമകളായിട്ട് നശിക്കരുത്. എൻ്റെ കുഞ്ഞുങ്ങളെ മദ്യഷാപ്പിൻ്റെ വരാന്തയെന്ന് പിടിച്ചുകൊണ്ട് പോകേണ്ട ഗതികേട് എനിക്ക് വരരുത്. കർത്താവേ, ഇതെൻ്റെ അവകാശമാണ്, ഇതെൻ്റെ അവകാശം. ഒറ്റ കാര്യം നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടാം. ഒരു പ്രാർത്ഥനാപ്പായ വിരിച്ചിട്ട് മുട്ടയിൽ നിന്നിട്ട്, അപ്പാ, എനിക്ക് ഔദാര്യമൊന്നും വേണ്ട, എൻ്റെ അവകാശം തരാൻ പറഞ്ഞാൽ മാത്രം മതി, നിന്റെ തലവര മാറും. എന്താ നടക്കാത്തതെന്നറിയോ? എനിക്ക് 100 വട്ടം ഉറപ്പുണ്ട്. അത് കാരണം അതുപോലെ ദൈവാനുഗ്രഹങ്ങൾ ഞാൻ പ്രാപിച്ചിട്ടുണ്ട്. 100 വട്ടം പ്രാർത്ഥിച്ചിട്ടല്ല, ചോദിച്ചിട്ടല്ല, വിശ്വസിച്ചിട്ടാണ്. അത് മാത്രമേ ഉള്ളൂ, വിശ്വസിച്ചിട്ടാണ്. അതായത് ഇത് എനിക്ക് എൻ്റെ ദൈവം തരേണ്ടതാണ്, ഇതെനിക്ക് വേണ്ടി ദൈവം വച്ചിരിക്കുന്നതാണ്, ഇതെൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയതാണ്, ഇതെൻ്റെ യേശുവിലൂടെ, എൻ്റെ യേശു കഷ്ടത സഹിച്ചതിലൂടെ എനിക്ക് കിട്ടിയ സൗഭാഗ്യമാണിത്. അതെൻ്റെ തലയിൽ വന്നേ പറ്റൂ. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? എഴുതപ്പെട്ട തിരുവചനത്തിൽ വിശ്വസിക്കണം. ഇതിനകത്ത് പറഞ്ഞതൊന്നും കെട്ടുകഥയല്ല. ഇതൊക്കെ പറഞ്ഞ 100% ഇതിനകത്ത് പറഞ്ഞതെല്ലാം നിറവേറും. ഞാൻ പറഞ്ഞില്ലേ, മാർപ്പാപ്പയെ കണ്ടത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. അത് പറഞ്ഞല്ലേ തുടങ്ങി, അത് പറഞ്ഞു നിർത്താം. അപ്പോൾ ഞാനും ആദർശത്തിനും ഞങ്ങൾ അച്ഛന്മാരാന്ന് പറയാം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ബ്രദറുണ്ട്, ജോൺ പോള്. അപ്പോൾ എന്നോട് പിതാവ്, ഞങ്ങൾ മരിയകൊരുത്തി പുണ്യവതിയുടെ കബറിലേക്ക് പോകുമ്പോൾ ആ വണ്ടിയിൽ പിതാവുണ്ട്. പിതാവിനോട് ചോദിച്ചു, പിതാവിനോട് പറഞ്ഞു, എന്നാലും നമ്മുടെ ജോൺ പോളിൻ്റെ ഒരു ഭാഗ്യമേ. പിതാവ് എന്നോട് പറയാണ്, എന്നാലും നമ്മുടെ ജോൺ പോളിൻ്റെ ഒരു ഭാഗ്യമേ. അച്ഛൻ കണ്ടു, ഓക്കെ, അച്ഛനാന്ന് പറയാം, ആദർശച്ചൻ അച്ഛനാന്ന് പറയാം. ഈ ജോൺ പോള് ക്രിസ്ത്യാനി പോലും അല്ലായിരുന്നു, അക്രൈസ്തവനായിരുന്നു. യേശുവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ സ്വന്തമായി. ജോൺ പോള് മാർപ്പാപ്പയുടെ കൂടെ 45 മിനിറ്റ് ചെലവഴിച്ചു. എന്തൊരു ഭാഗ്യമോ ജോൺ പോളിന്. ഞാൻ ആ വണ്ടിയിലിരുന്ന് പിതാവിന് ഒരു വചനം തുറന്ന് വായിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, പൊന്നു പിതാവേ, ഒന്നും അത്ഭുതപ്പെടാനില്ല. കാരണം എന്താണെന്നറിയോ? ഈ ജോൺ പോള് ദൈവവചനത്തിന് വേണ്ടി ജീവിതം കൊടുത്ത ആളാണ്. വചനത്തിന് മുമ്പിൽ ഇങ്ങനെ ആർത്തിയോടെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. അവനിത് സംഭവിച്ചേ പറ്റൂ. കാരണം വചനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. പ്രഭാഷകൻ 39 അത് പറഞ്ഞിട്ടുണ്ട്, അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. 4-ാമത്തെ വാക്യം, അവൻ മഹാന്മാരെ സേവിക്കുന്നു, ഭരണാധിപന്മാരുടെ മുമ്പിൽ അവന് പ്രവേശനം ഉണ്ട്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ഒരുത്തൻ ആർത്തിയോടെ ഈ വചനം പഠിച്ചാൽ അവന് ആരുടെ മുമ്പിൽ പ്രവേശനമുണ്ട്? ഭരണാധിപന്മാരുടെ മുമ്പിൽ അവന് പ്രവേശനം ഉണ്ട്. അത് അച്ഛനായതുകൊണ്ടല്ല, ദൈവവചനം. അവർ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഒന്നും തെറ്റല്ല.
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ ബൈബിൾ കൊണ്ടുവരണം. കൂടുതൽ ആളുകളോട് പറയണം. ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് പോകാൻ കർത്താവ് 3 രാത്രി തരികയാണ്. ഇനി 2 രാത്രികളുണ്ട്. നിങ്ങൾ പറയാവുന്നവരോടെല്ലാം പറയണം. ഒരു 10 പേരെ നിങ്ങൾ വിളിക്കണം, വചനം കേൾക്കാൻ വിളിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പകൽ സമയത്തൊക്കെ പ്രാർത്ഥിക്കണം. നമുക്ക് കർത്താവിൻ്റെ വചനം എവിടെ പ്രഘോഷിക്കപ്പെട്ടാലും അവിടെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ആ ജനത്തെ അനുഗ്രഹിക്കും. വെറും കൈയോടെ ഒരാളെയും പറഞ്ഞു വിടില്ല. ദൈവം ദൈവത്തിൻ്റെ സമ്മാനവും പ്രതിഫലവും തന്നെ പറഞ്ഞു വിടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങളുടെ ഇടവകയിലൊക്കെ ഇനിയും ഉണ്ട് ആളുകൾ വരാൻ, പല സ്ഥലത്തും ഉണ്ട്. അടൂരിൽ നിന്നൊക്കെ ഇനിയും ആളുകൾ വരാനുണ്ട്. അവരെല്ലാം വിളിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, പുറകെ പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ആള് കൂടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഒരാള് കൂടി ദൈവവചനം കേൾക്കട്ടെ. എന്തായാലും ഇത്രയും സൗകര്യം ഒരുക്കുകയല്ലേ, 10 പേരൂടെ കേൾക്കട്ടെ. അപ്പൊ അത് നിങ്ങൾ ഹൃദയം നൊന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ സാധിക്കുന്നവരെല്ലാം വിളിക്കണം. ഞാൻ പറയട്ടെ, ഒരു സുവിശേഷ വേല നിങ്ങൾ മനസ്സോടെ ചെയ്താൽ കർത്താവ് അതിന് നിങ്ങൾക്ക് പ്രതിഫലം തരും. കർത്താവ് അങ്ങനെ വെറുതെ ഈ ഔദാര്യത്തിന് ആരുടെയും കയ്യിൽ നിന്നും വാങ്ങിക്കും. നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ഒരു ജോലി ചെയ്താൽ അതിനൊരു കൂലിയുണ്ട്. അമർത്തി കുലുക്കി നിറച്ചളന്ന് മടിയിലിട്ട് തരും. നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ഒരു പണിയെടുത്ത് നോക്ക്, അതിനൊരു പ്രതിഫലമുണ്ട്. അത് ഇന്നല്ലെങ്കിൽ ദൈവം ആ കടം വീട്ടിയിരിക്കും. ഹല്ലേലൂയ. എവിടെ വെച്ചെങ്കിലും അത് വീട്ടിയിരിക്കും. കാരണം ആരുടെ ഔദാര്യം കർത്താവിന് വേണ്ട. നീ ഒരു ജോലി ചെയ്തോ, നിനക്ക് അതിന് കൂലി കിട്ടിയിരിക്കും. അങ്ങനെയാണെങ്കിൽ അറിയാവുന്ന ഒരു 10 പേരെ ഇന്ന് വീട്ടിൽ പോയിട്ട് പേപ്പറും പേന എടുത്തിട്ട് എഴുതണം. ചാക്കോ, അന്നമ്മ, പൊന്നമ്മ, ചിന്നമ്മ, ത്രേസ്യാമ്മ, പിന്നെ അന്തോണി, മാത്തച്ഛൻ, തോമാച്ചൻ എഴുതിയിട്ട് നമ്പർ എടുത്ത് വിളിക്കണം. തോമാച്ച, കൺവെൻഷന് കണ്ടില്ലല്ലോ, നാളെ വരണം, അനുഗ്രഹമാണ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് അറിയാൻ പറ്റുന്ന അടുത്ത കൊല്ല കൺവെൻഷന് നമ്മളുണ്ടോ, ഡാനിയലച്ഛനുണ്ടോ എന്നൊന്നും ആർക്കും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പോവാം, പ്രാർത്ഥിക്കാം. അതിന് 2 മണിക്കൂർ വെറുതെ കളയണ്ട. നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കാം. വിലയുണ്ട് അതിന്. കർത്താവിനെ തേടുന്നവൻ അനുഗ്രഹമുണ്ട്. നമുക്ക് പോവാം. ഒന്ന് പറ. അപ്പൊ അവര് കർത്താവിൻ്റെ അടുത്തേക്ക് വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെറുപ്പക്കാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, യൂത്ത് ഉണ്ട്, അവരെല്ലാം വിളിച്ചോണ്ട് വരണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഏതറ്റം വരെയും നാണം കടണം. അപ്പൊ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ വലിയ പ്രാർത്ഥനക്കാർ, നിങ്ങളങ്ങ് പോയാൽ മതി, സാരമില്ല, അത് കേട്ടോ, നിനക്കതിനൊരു കൂലിയുണ്ട്, എഴുതി വെച്ചോ, ദൈവം അതിന് പ്രതിഫലം തരും. വെറുതെ ഒന്നും ദൈവത്തിന് ഒരുത്തൻ്റെ ഒന്നും വേണ്ട. നീ എന്ത് കർത്താവിന് വേണ്ടി ചെയ്താലും അതിനൊരു കൂലിയുണ്ട്. യൂത്ത്, ചെറുപ്പക്കാരെ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരോട് പറ, വാ കൺവെൻഷൻ അല്ലേ, വാ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നിനക്കൊരു ഗുണം ഉണ്ടാവട്ടെ, ഒരു ഐശ്വര്യം ഉണ്ടാവട്ടെ, നിന്റെ വഴി തുറക്കപ്പെടട്ടെ. കർത്താവിൻ്റെ അടുത്തേക്ക് ഒരാളെങ്കിലും വിളിച്ചോണ്ട് വന്ന് ഈശോ വെറുതെ വിടത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് നിങ്ങളിങ്ങനെ കൊണ്ട് വന്നിരുന്നു, കർത്താവ് അനുഗ്രഹിച്ചിരിക്കും.